ഞാൻ ആലോചിച്ചു ഞാൻ എന്തൊരു തെമ്മാടത്തിലാണ് നിവിൻ്റെ അടുത്ത് ഞാൻ ഓരോ ഷോട്ട് കഴിയുമ്പോൾ ഞാൻ പറയും ഹിറ്റ് 100 കോടി എന്നിട്ട് പോകും. അപ്പം നിവിൻ പറയും ഇങ്ങനെ പറയല്ലേ എന്ന് പറയും. അത് മാനിഫെസ്റ്റ് ചെയ്ത പോലെ ആയിപ്പോൾ. ഇപ്പോൾ 5 ദിവസം കൊണ്ടാണ് 50 കോടി കഴിഞ്ഞത്. പിന്നെ നിവിൻ പോളി എന്നുള്ള താരം വരുമ്പോൾ തന്നെ നമുക്ക് മൂഡ് സെറ്റ് ആയി പടത്തിൽ. നിവിൻ വരുമ്പോൾ നിവിൻ കൂടെ കൊണ്ടുവരുന്ന ഒരു കൂട്ടം സുഖങ്ങളും രസങ്ങളുണ്ട്. അപ്പോൾ അതിലാണ് ഇതിൻ്റെ ഡിസൈൻ ആവുന്നത്. മോഹൻലാൽ കഴിഞ്ഞിട്ട് അങ്ങനെ ഹ്യൂമർ ചെയ്യാൻ നിവിൻ മാത്രമേ ഉള്ളൂ. നിവിൻ്റെ ഒരു ക്വാളിറ്റി, നിവിൻ അജു വന്നു കഴിഞ്ഞാൽ നിവിൻ ബാക്ക് സൈഡാണ്, നിവിൻ വിട്ടുകൊടുക്കുകയാണ്. അതൊരു ഭയങ്കര റയർ ക്വാളിറ്റിയാണ്. റിയയുടെ കേസിൽ നിവിൻ കൊടുത്ത സ്റ്റേജാണ് റിയ നിൽക്കുന്ന പൊസിഷൻ. ഞാൻ പ്രേതായി എങ്ങനെയായിരിക്കും ആലോചിച്ചത്? കാരണം എനിക്ക് പ്രേതത്തിന് പേടിയാണ്. അപ്പോൾ ഞാൻ തന്നെ പ്രേതായി കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും? നമ്മൾ വീട്ടിലൊക്കെ ഫ്രണ്ട്സിനെ പോയി കാണും, സംസാരിക്കാൻ നോക്കും. എനിക്ക് വേറെ പ്രേതങ്ങൾ പേടിയായിരിക്കും. അങ്ങനെയാണ് ഡൽഹിയിൽ ഉണ്ടാകുന്നത്. പാച്ചു സറോമയുടെ അത്രയും ചിലവായ സിനിമയാണ്. പാച്ചുവിൻ്റെ ട്രെയിനിൻ്റെ ബജറ്റ് മാത്രം 63 മുതൽ 70 ലക്ഷം രൂപയാണ്. അതിലത്തെ ബോംബെ ചേരി ഷൂട്ട് ചെയ്യാൻ പെർ ഡേ 10 lakhs ആണ്. ആ സമയത്ത് മോസ്റ്റ് സ്പെൻഡ് ഫീൽ ഗുഡ് പടമാണ് പാച്ചു. 1-2 പടം ചെയ്ത ഡയറക്ടേഴ്സിന് ആൾക്കാർ സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. അച്ഛൻ അതിന്റെ 3 ഇരട്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോഴും ഈ വർഷത്തെ ഒരു 100 കോടി സിനിമ അച്ഛൻ്റെയാണ്. ആൾക്കാരുടെ ഭയങ്കര ബ്ലൈൻഡ് ജഡ്ജ്മെന്റ് ആണ്, ഒരു ലേസി ജഡ്ജിങ് ആണ്. ഇയാൾ സ്ഥിരം ഗ്രാമപ്പടം ചെയ്ത് 15 വർഷമായി. നിവിൻ എന്നെ കുറേ നാൾ കഴിഞ്ഞ് വിളിക്കുകയാണ്, ഒരു പടം ചെയ്താലോ എന്ന് പറഞ്ഞു. വിനീത് എഴുതിയിട്ട് അഖിൽ ഡയറക്ട് ചെയ്ത സിനിമ സത്യനന്ദിക്കാട് ശ്രീനിവാസന്റെ മക്കളുടെ കോമ്പ്. ഞാൻ അൽത്താഫായിട്ട് സിനിമ ആലോചിക്കുന്നുണ്ട്. അൽത്താഫും കോറായിട്ട് ചെയ്യുന്ന സിനിമ, അതായത് നിവിനും അജുവും അൽത്താഫും ഉള്ള സിനിമ ആലോചിക്കുന്നുണ്ട്. ഈ ഒരു ക്യാമിയോ ഉണ്ട്, ഫ്ലൈറ്റിനകത്ത് ക്യാമിയോ ഉണ്ട്. അതിൽ നിവിന്റെ ഒരു അത് സിംഗിൾ ടേക്ക് ആണ്. ആ ടേക്ക് ഞാൻ ചിരിച്ച് മറിഞ്ഞ്, അത് വേറെ ടേക്ക് നമുക്കില്ല. ആ ഒറ്റ തോണ്ടലിൽ എനിക്ക് പഴയ നിവിൻ പോളിനെ കണ്ടു. ഒരു ഓട്ടോക്കാരൻ്റെ മകൻ ഓട്ടോക്കാരനായ ആർക്കും കുഴപ്പമില്ല, ഒരു ഡോക്ടറുടെ മകൻ ഡോക്ടറായാലും കുഴപ്പമില്ല. എന്നാൽ സിനിമാക്കാരായ അവർക്ക് ബുദ്ധിമുട്ടാണ്. നമ്മൾ ജനിക്കുമ്പോൾ കാണുന്ന ഒരു മേഖല നമുക്ക് നാച്ചുറൽ അട്രാക്ട് ചെയ്യും. കുറേ പേര് എന്നോട് കഴിവുള്ള പുറത്ത് വെക്കുമ്പോൾ നിങ്ങൾ ഞാൻ താൻ വാ ഒരു കഥ പറയാം, നമ്മൾ തല്ലിപ്പൊളി കഥ പറയുന്നുണ്ട്. മലയാളത്തിലെ ആദ്യത്തെ ഫീൽ ഗുഡ് ഹൊറർ സിനിമ എടുത്ത ഡയറക്ടറാണ് എൻ്റെ കൂടെ ഉള്ളത്. അഖിൽ സത്യൻ, വെൽക്കം ടു ക്ലബ്. നമസ്കാരം. ഫസ്റ്റ് തന്നെ എല്ലാവരും താങ്ക് യു മെസ്സേജ് ആണ് അയക്കുന്നത്. താങ്ക് യു ഫോർ ഗിവിംഗ് ബാക്ക് നിവിൻ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ശരിക്കും നിവിന് ഞാൻ തിരിച്ച് കൊണ്ടുവന്നു തോന്നിയ ഒരു മൊമെന്റ് ഏതാണ്? എനിക്ക് നിവിന്റെ ഫസ്റ്റ് ഷോട്ട് മുതൽ, അതായത് നിവിൻ ഞാൻ എഴുതി വെച്ചതിനേക്കാളും ഒരു സ്റ്റെപ്പ് മേലെ ചെയ്തിട്ടുള്ളത്. മീറ്റർ മാറ്റിയിരുന്നു. ഒരു സ്ലൈറ്റ്ലി ഡിപ്രസ്ഡ് ആയിട്ടുള്ള ക്യാരക്ടറായിട്ടാണ് പ്രഭേന്ദ്രൻ ഉണ്ടാക്കിയിട്ടുള്ളത്. നിവിനെ പറഞ്ഞത് ഞാൻ 1 മീറ്റർ മാറ്റിക്കോട്ടെ ചോദിച്ചു. അങ്ങനെ വെരി ഫസ്റ്റ് ഷോട്ടിൽ തന്നെ നമുക്ക് ഞാൻ അറിയാത്ത പ്രഭുവിനെ നിവിൻ തന്നത്. അത് തന്നെ ത്രൂ ഔട്ട് നിവിൻ പിടിച്ചു. അപ്പോൾ എനിക്ക് അപ്പം തന്നെ സന്തോഷമായി. കാരണം ഒരു ആക്ട് ഇത്രയും ക്രിയേറ്റീവായിട്ട് ലിഫ്റ്റ് ചെയ്ത് വിറ്റ്നസ് ചെയ്തുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമായി. സർവ്വമായുടെ ഒരു കോർ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഇതിന് മുമ്പ് വന്നിട്ടുള്ള ഒരു കോൺസെപ്റ്റായിട്ട് സിമിലർ ആണ്. ചിലപ്പോൾ വിസ്മയ തുമ്പത്താവാം, അല്ലെങ്കിൽ കൂടെ സിനിമ, അതൊക്കെ ആയിട്ട് സിമിലർ ആണ്. പക്ഷെ ഇതിനകത്ത് മാറ്റി നിർത്തുന്ന ഒരു ഫാക്ടർ ഈ പറഞ്ഞൊരു ജെൻസി പ്രേതം. ഇതുവരെ നമ്മൾ ആ ഒരു ഇന്നത്തെ കാലഘട്ടമായിട്ട് റിലേറ്റബിൾ ആണ്. അങ്ങനെ ഒരു കോൺസെപ്റ്റ് വന്നിട്ടില്ല. പക്ഷെ കോർ കോൺസെപ്റ്റ് സെയിം ആണ്. അപ്പൊ സ്ക്രിപ്റ്റിംഗിൽ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഇത് ചിലപ്പോൾ ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യുമോ ഇല്ലയോ. അല്ലാതെ പൊതുവെ എല്ലാ മേക്കേഴ്സിനും ആ ടെൻഷൻ ഉണ്ട്. പക്ഷെ ഇത് കോർ കോൺസെപ്റ്റ് ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയതുകൊണ്ട് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നോ? സ്ട്രക്ചറാണ് ഈ പറഞ്ഞ സിമിലർ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ബഷീർ കഥകളുടെ ഭയങ്കര ഫാനാണ്. ഭാർഗവനില എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നീലവിളിച്ചെന്നുള്ള കഥ എഴുതുമ്പോൾ അതിനു മുമ്പ് പുള്ളി ഒരു ഷോർട്ട് സ്റ്റോറി എന്നാണ് അത് ഇൻസ്പയർഡ് ആയെന്ന് കേട്ടിട്ടുണ്ട്. അതാണ് ഇതിന്റെ കോർ. ഇപ്പൊ ഈ പറഞ്ഞ കൂടെയായാലും വിസ്മയത്തുമ്പത്തിന്റെ തന്നെ ഒറിജിനൽ ഒരു വേറെ വേർഷൻ ഉണ്ട്. അതിന്റെ ഒരു നോവലിൽ നിന്നാണ് ഇൻസ്പയർ ചെയ്തിട്ടുള്ളത്. ആ നോവൽ എനിക്ക് ഫഹദാണ് അതിന്റെ പേര് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇതെല്ലാം ഇതിന്റെ കോർ അവിടെയാണ് ഇരിക്കുന്നത്. അതായത് ഇത്രയേ ഉള്ളൂ, ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പെൺകുട്ടി, ഒരു പ്രേതവും, ഒരു സ്ട്രഗ്ലിംഗ് ആയിട്ടുള്ള ഒരാളും. ഇതാണ് അതിന്റെ ഐഡിയ. അത് തന്നെയാണ് ബഷീർ യൂസ് ചെയ്തിട്ടുള്ളത് ഭാഗങ്ങളിൽ. അപ്പം ഇതാണ് എൻ്റെ ഐഡിയ. ഞാനെപ്പോഴും എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കഥകൾ മാത്രമേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൻ്റെ വെരി ഫസ്റ്റ് തോട്ട് എന്ന് പറയുന്നത് പാച്ചു എന്നുള്ള സിനിമ നടക്കാതെ ഇടയ്ക്ക് ഷൂട്ടിംഗ് നിന്ന് പോയുള്ളൊരു സമയം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ അമ്പലത്തിൽ പോകുന്ന ആളല്ല. ടു മച്ച് പണ്ടൊക്കെ പോയിരുന്നു. പിന്നെ മടി കാരണം ദൈവം അത്രയും നമുക്ക് അതെ ഏറ്റിസ്റ്റ് അല്ല. എനിക്ക് ഒരു പവർ ലെസൻസ് ഉണ്ടെങ്കിൽ ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന ആളല്ല. അപ്പോൾ പണ്ടൊക്കെ ഞാൻ സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് മുമ്പ് അല്ലെ ക്ലാസ്സിന് മുമ്പ് എന്നെ അടിയിട്ടരുത് എന്നൊക്കെ പ്രാർത്ഥിക്കുന്ന ആളാണ്. പക്ഷെ പിന്നെ ദൈവത്തിന്റെ ബുദ്ധിയിലെന്ന് മനസ്സിലായതുകൊണ്ട് നമ്മൾ അങ്ങനെ സൂചിപ്പിക്കേണ്ട ആവശ്യമില്ലെന്ന്. പക്ഷെ അന്ന് അമ്മ എന്നോട് ഒരു അമ്പലത്തിൽ പോകാൻ പറഞ്ഞു. ഞാൻ തൊട്ടടുത്ത അമ്പലത്തിൽ പോയപ്പോൾ അവിടെ എനിക്ക് പ്രസാദം തന്ന ആളെ കണ്ടപ്പോൾ ഇവനെ എനിക്ക് അറിയാം. ഇവനെന്റെ ജൂനിയർ ആയിരുന്നു കോളേജിൽ. അപ്പോൾ അന്ന് അവൻ SFI ആയിരുന്നു. അപ്പോൾ തീപ്പുരയായിട്ടുള്ള ഒരു SFI ഏത്തിസ്റ്റ് പെട്ടെന്ന് എനിക്ക് ഇലച്ചീന്തയിൽ പ്രസാദം തരാണ്. അപ്പോൾ ഞാൻ ചോദിക്കും നീ എങ്ങനെയാ ചുമ്മാ ബിസിനസ് അല്ലേ. അപ്പോൾ അതാണ് എൻ്റെ തോട്ട്. അപ്പോൾ അതെനിക്ക് ഭയങ്കര അതാണ് മോർ ദാൻ പ്രേതം. ഒരു ഏത്തിസ്റ്റ് നമ്പൂതിരി, അത് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അയാൾ നിവൃത്തിയില്ലാതെ പൈസയ്ക്ക് വേണ്ടി പൂജ ചെയ്യാൻ പോകുന്നു. അപ്പോൾ ആ സമയത്ത് കോവിഡൊക്കെ ഉള്ള സമയമാണ്. അപ്പോൾ കുറേ പേര് ജോലി പോയ സമയമാണ്. ഞാനപ്പോൾ ആലോചിച്ചത് അന്ന് വളരെ ബേസിക് ചുമ്മാ റാൻഡം ഒരു +2 ലാബിൽ ഫിസിക്സ് ലാബ് അസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരാൾ, മറ്റേ പറഞ്ഞ കാലിപ്പസൊക്കെ കൊടുക്കുന്ന ഒരാൾ, അയാൾക്ക് ഒരു ടെമ്പററി ആയിട്ട് ജോലി പോയി, നിവൃത്തിയില്ല. അയാൾ നമ്പൂതിരിയാണ്. തിരിച്ചയാൾക്ക് വീട്ടിലേക്ക് പോകണം, ഇല്ലത്തെത്തണം.
അപ്പോൾ ഇല്ലത്തെത്തിയിട്ട് നിവൃത്തിയില്ലാതുകൊണ്ട് ഒരു പൂജ ചെയ്യാൻ പോകുന്നു, ഒരു പ്രേതത്തെ ഒഴിപ്പിക്കാൻ പോകുന്നു. ഇതാണ് സംഭവം. അവിടെ നിന്ന് ഒരു സാധനം കൂടെ പോയാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളതാണ് വെരി ഫസ്റ്റ് തോട്ട്. അപ്പോൾ ഇതിൽ നിന്നാണ് ഇതിന്റെ ജനനം ഉണ്ടാവുന്നത്. പിന്നെ എൻ്റെ ക്ലൈമാക്സ് ഭയങ്കര നാച്ചുറലായിട്ട്, പിന്നെ എനിക്ക് സ്ട്രേറ്റ് ക്ലൈമാക്സ് കിട്ടിയത്. സാധാരണ ഒരു പ്രേതം വന്നു കഴിഞ്ഞാൽ അതിന്റെ ബാക്ക് സ്റ്റോറി റിവെഞ്ച് ഒക്കെ ഉണ്ടാവും. അപ്പൊ നമുക്ക് അതൊന്നും അല്ലാതെ സ്നേഹത്തിൽ മാത്രം എൻഡ് ചെയ്യുന്ന ഒരു ക്ലൈമാക്സ് ആണ് ആലോചിച്ചത്. അപ്പോൾ ആൾക്കാർ വൻ ഡ്രാമ എക്സ്പെക്ട് ചെയ്യുമ്പോൾ അതൊന്നും ഇല്ലാതെ വളരെ ഒരു ഡൈനിങ് ടേബിളിൽ കാണിക്കാൻ പറ്റുന്ന ഒരു ക്ലൈമാക്സ്, അതെ അതെ, ഒരു ലിവിംഗ് റൂമിലോ ഡൈനിങ് റൂമിലോ കാണിക്കാൻ പറ്റുന്ന ക്ലൈമാക്സ് ആണ് ആലോചിച്ചത്. അതിൽ നിന്നാണ് അതിൻ്റെ ഒരു പിന്നെ നമുക്ക് അത് ചാലഞ്ചിങ് ആണ്. കാരണം പടത്തിന്റെ പീക്ക് പോയിന്റിൽ ഒരു സോഫ്റ്റ് പ്രിമേസ് ആണ്. അപ്പൊ അതിനകത്ത് ഡയലോഗ്സ് വഴിയും ഇമോഷൻ വഴി മാത്രമാണ് നമുക്ക് മൂർച്ച കൂട്ടാൻ പറ്റുള്ളൂ. അപ്പൊ അതിന് നമുക്ക് ഇതുവരെ ഉപയോഗിച്ചിട്ടുള്ള ടെക്നിക്കുകളെ കുറിച്ച് ആസ് എൻ എഡിറ്റർ ഞാൻ അത് യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ഒരു വൺ ഷോക്കിംഗ് മൊമെന്റ് പ്രേതത്തിന്റെ അല്ല സിനിമ കാണുമ്പോൾ എന്ന് പറയുന്ന മൊമെന്റ്. അപ്പൊ അത് എന്റെ ലൈഫിൽ സംഭവിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഞാനും അനുവും പോകുമ്പോൾ കാറിൽ പോകുമ്പോൾ സംഭവിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഞാൻ ചെയ്ത കാര്യമാണത് അശ്രദ്ധയോടെ. അപ്പൊ ഞാൻ അതിന് ഷോക്ക് നേരിട്ട് അറിഞ്ഞ ആളായതുകൊണ്ട് അന്ന് എന്തോ ഭാഗത്തിനൊന്നും പറ്റിയില്ല. അല്ലറ ചില്ലറ പരിക്ക് മാത്രമാണ് അപ്പുറത്തെ പാർട്ടിക്ക് പറ്റിയുള്ളൂ. പക്ഷെ അതെന്റെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല. അപ്പോൾ അതെല്ലാം നാച്ചുറലി വരുന്നതാണ്. അത് എഴുതാനിക്ക് മാത്രം സംഭവിക്കുന്ന കാര്യമാണ്. അപ്പോൾ പിന്നെ എൻ്റെ ക്ലൈമാക്സ് പോലും ശരിക്കും പറഞ്ഞാൽ എനിക്ക് റിയൽ ലൈഫിൽ എൻ്റെ ക്ലോസ് ഫാമിലി ഒരു ഫ്രണ്ടിന് ഉണ്ടായിട്ടുള്ള അവസ്ഥയാണ്. അപ്പോൾ അത് സ്ട്രേറ്റ് ഫ്രം ഓൾമോസ്റ്റ് റിയൽ ലൈഫാണ്. ഒരുപാട് റിയൽ ലൈഫ് മൊമെന്റ്സിന്റെ ഒരു കൾമിനേഷൻ ആണ്. അതെ. അപ്പൊ അതിനകത്ത് പ്രേതം വരുമ്പോൾ നമ്മൾ ചെയ്യുന്നത് പിന്നെ പ്രേതമാണ് വേണ്ടത്. പ്രേതത്തിന് നമ്മൾ ഡിസൈൻ ചെയ്യണം. അപ്പൊ മുൻകാല സ്ട്രക്ചറൊന്നും ഇല്ലാത്ത ഞാൻ പ്രേതമായിരുന്നെങ്കിൽ എങ്ങനെയായിരിക്കും ആലോചിച്ചുള്ളത്. കാരണം എനിക്ക് പ്രേതത്തിന് പേടിയാണ്. അപ്പൊ ഞാൻ തന്നെ പ്രേതമായി കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും? നമ്മൾ വീട്ടിലൊക്കെ ഫ്രണ്ട്സിനെ പോയി കാണും, സംസാരിക്കാൻ നോക്കും. എനിക്ക് വേറെ പ്രേതങ്ങളെ പേടിയായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ആലോചിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഡെലിലും ഉണ്ടാവുന്നത്. അപ്പോൾ പിന്നെ നിവിൻ പോളി എന്നുള്ള താരം വരുമ്പോൾ തന്നെ നമുക്ക് മൂഡ് സെറ്റായി പടത്തിന്റെ. അപ്പോൾ ഇത് ഫഹദ് ഫാസിലാണെങ്കിലോ ദുൽഖർ ആണെങ്കിലോ വേറെ പോലെ ആയിരിക്കും ഈ സിനിമ. നിവിൻ വരുമ്പോൾ നിവിൻ കൂടെ കൊണ്ടുവരുന്ന ഒരു കൂട്ടം സുഖങ്ങളും രസങ്ങളും ഉണ്ട്. അപ്പോൾ അതിലാണ് ഇതിന്റെ ഡിസൈൻ ആവുന്നത്. പിന്നെ എല്ലാം ശരിക്കും പറഞ്ഞാൽ ഒഴുകാണ്, ഒരു ഗുഡ് എനർജി. ഈ പടം ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ഈ സിനിമ ഒരു ജീവനുള്ള സാധനം പോലെ ഗുഡ് എനർജി അട്രാക്ട് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. റിയനെ കണ്ടുപിടിച്ചത്. റിയ ആദ്യം പ്രീതിയായിരുന്നു ഡെലിലു. പ്രീതിയെ നമ്മൾ പിന്നെ അത് റോംകോം ഫോമാറ്റിൽ പോയപ്പോൾ ഒരു കുട്ടിത്തമുള്ള പ്രയത്നത്തിന് വേണ്ടിയിട്ടാണ് പ്രായം കുറഞ്ഞ ഒരാളെ തപ്പിയത്. പക്ഷെ ഞാൻ പ്രീതിനെ കണ്ട് പറഞ്ഞു, അതായത് റോംകോം അല്ലാതെ ഒരു കുട്ടിത്തമുള്ള പ്രയത്നത്തിന് തപ്പി പോവാണെന്ന് പറഞ്ഞു. അങ്ങനെയാണ്. അപ്പൊ റാൻഡോ ആയിട്ട് നമ്മൾ മുറ എന്നുള്ള പടത്തിന്റെ ഒരു പ്രൊമോഷൻ ഇവന്റിൽ സീരിയസ് ആയിട്ട് സംസാരിക്കുന്ന ഒരു കുട്ടി, ഭയങ്കര ക്യൂട്ടാണ് കാണാൻ, മറ്റേ സിംബനെ പോലെയാണ് ലാൻഡിങ്ങില്. അപ്പോൾ ഞാൻ അവളുടെ പേര് തപ്പി നോക്കിയപ്പോൾ റീൽസ് കണ്ടു അവളുടെ. അപ്പോൾ ഭയങ്കര സ്മാർട്ടായിട്ട് ചെയ്യുന്നു. അതെ 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 അതെ. അപ്പൊ നോക്കുമ്പോൾ എനിക്കറിയാം അവളുടെ അച്ഛൻ, എനിക്കറിയാം ഷിബു തമീൻസ് എന്നുള്ള പ്രൊഡ്യൂസർ എനിക്കറിയാം. ഞാൻ ഷിബേട്ടനെ വിളിച്ചു. ഷിബേട്ടൻ പറഞ്ഞത് മോളണ്ട് പറയല്ല, എന്റെ വീട്ടിലെ ഏറ്റവും സ്മാർട്ട് ആളാണെന്ന് പറഞ്ഞു. ഞാൻ അപ്പം തന്നെ വിളിച്ചപ്പോൾ വിത്തൗട്ട് ഡൗട്ട് ഞാൻ ചെറിയക്ക് ഒരു ഓഡീഷൻ തരാൻ പറ്റുമോ, ചെയ്യാൻ ചേട്ടാ, അത് അത്രയും കോൺഫിഡൻ്റ് ആണ്. അപ്പോൾ ഞാൻ മലയാളത്തിലാണ്, അത് ഞാൻ മംഗ്ലീഷ് വേണ്ട, എനിക്ക് മലയാളം വായിക്കാൻ അറിയാം. അതെനിക്ക് ഭയങ്കര, കാരണം ഞാനൊരു മലയാളം മീഡിയത്തിൽ പഠിച്ച ആളാണ്. അപ്പോൾ എനിക്ക് മലയാളം വായിക്കാൻ അറിയുന്നത് എനിക്ക് ഭയങ്കര ബഹുമാനമാണ്. അത് ഈ പ്രായത്തിൽ 20 വയസ്സുള്ളൊരു കുട്ടി പുറത്ത് ജനിച്ച് വളർന്നിട്ട് മലയാളം വായിക്കുന്നുള്ളത് തന്നെ എനിക്ക് ഭയങ്കര, അവിടെ തന്നെ ആ മൊമെന്റ് ഞാൻ പറഞ്ഞവളോട് ആ മൊമെന്റ് നീ എന്നായി പറഞ്ഞു. ബാക്കി നമുക്ക് ശരിയാക്കാം എന്നുള്ളതാണ്. പക്ഷെ പിന്നെ റിയ ഓഡിഷൻ ചെയ്ത് അയച്ചപ്പോൾ എക്സാക്ട് നമ്മൾ എഴുതി വെച്ച ക്യാരക്ടറാണ് കണ്ടിട്ടുള്ളത്. അപ്പൊ അത് എനിക്ക് ഭയങ്കര ഒരു മൊമെന്റ്. ഞാൻ അച്ഛനെയാണ് ആദ്യം കാണിച്ചത് ലാപ്ടോപ്പിൽ. അച്ഛൻ പറഞ്ഞു ഇവിടെ മതിയല്ലോ, ഇതാണ് പ്രേതം എന്ന് പറഞ്ഞു. അതെ അതെ അതെ. അപ്പൊ അങ്ങനെയാണ് എല്ലാം ഒരു ഭയങ്കര ഒരു എനർജി അട്രാക്ട് ചെയ്യുന്ന പോലെ. ഞാൻ ആക്ച്വലി ദൈവത്തിൽ വിശ്വസിച്ച് തുടങ്ങി സിനിമ കഴിഞ്ഞ പിന്നെ. നിങ്ങളുടെ ഒരു റാപ്പ്, അതായത് ഇപ്പൊ ഇന്നലെ റിയ വന്നപ്പോ അഖിൽ ബ്രോ ഉണ്ടായിരുന്നു, നിങ്ങൾ വന്ന് നിങ്ങളുടെ സംസാരവും നിങ്ങളുടെ ഒരു എന്താ വൈബ് കണ്ടപ്പോ ഒരു ഡയറക്ടർ, ഒരു ആക്ടർ അല്ല ഇത്, നിങ്ങൾ കൂടുതലും ഫ്രണ്ട്സിനെ പോലാണ്. ഇപ്പൊ നിവിനുമായിട്ടുള്ള ഇന്റർവ്യൂസ് നോക്കിയാലും ഒരു 2 ഫ്രണ്ട്സ് ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന ആ ഒരു ഭയങ്കര ചിൽ ഇതാണ്. പക്ഷെ ശരിക്കും ഇതൊരു ഭയങ്കര ടെൻഷൻ പിടിച്ചൊരു പ്രോസസ്സാണ്. അപ്പൊ അത് അങ്ങനെ ഇത്ര ഈസി ആയിട്ട് ഷോൾഡർ ചെയ്ത് കൊണ്ടുപോകുന്ന എങ്ങനെയാണ്? അത് അച്ഛന്റെ ടെക്നിക്കാണ്. അച്ഛൻ റൈറ്റിങ്ങിൽ അച്ഛൻ ഉരുകും. ഇപ്പോൾ ശ്രീനഗറിലും അച്ഛനിരിക്കുമ്പോൾ പോലും അവരൊരുമിച്ച് വൻ സ്ട്രെസ്സാണ് ആ പീരീഡ്. അത് പിന്നെ ഇവർക്ക് കോമഡിയിലുണ്ട് സർവ് ചെയ്തു. ശരിക്കും ഭയങ്കര റൈറ്റിംഗ് ആണ് ഏറ്റവും ഒരു സ്ട്രെസ്ഫുൾ ഏരിയ. ഏറ്റവും മോസ്റ്റ് ഒന്നും അറിയില്ലല്ലോ നമുക്ക് ഈ സിനിമ ഉണ്ടോ ഇല്ലയോ എന്നറിയില്ല, നമ്മൾ ഇത്രയും മെനക്കെടുന്ന് നടക്കില്ലയോ എന്നറിയില്ല, ഈ കഥ പറയാൻ പറ്റുമോ എന്നറിയില്ല. പക്ഷെ ഏതൊരു പവർ നമ്മളെ കൊണ്ട് തോന്നിപ്പിക്കും, നിങ്ങൾ മുന്നോട്ട് പോകണം, ഇവിടെ എത്തും, ഇത് സക്സസ് ആവുന്ന ഒരു തോന്നൽ ഒരു ഉണ്ടാവും. അതിനെ ട്രസ്റ്റ് ചെയ്ത് പുറകെ പോകുന്നതാണ്. അപ്പൊ എനിക്ക് അത് കഴിഞ്ഞാൽ തന്നെ വലിയ ആശ്വാസമാണ്. വൺസ് നമ്മുടെ കയ്യിൽ സ്ക്രിപ്റ്റ് എഴുതി കഴിഞ്ഞ് PDF ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കിങ് ആണ്. അപ്പൊ തന്നെ ഒരു അനാവശ്യ അഹങ്കാരം വരും. എനിക്ക് ഭയങ്കര, എന്റെ വൈഫ് പറയും അഹങ്കാരം വന്നോ എന്തോ നന്നായിട്ടുണ്ടെന്ന് പറയും. അപ്പോൾ അതെ അതെ. അപ്പോൾ ഞാൻ ആലോചിച്ചു ഞാൻ എന്തൊരു തെമ്മാടത്തിലാണ്. നിവിൻ്റെ അടുത്ത് ഞാൻ ഓരോ ഷോട്ട് കഴിയുമ്പോൾ ഞാൻ പറയും ഹിറ്റ് 100 കോടി
പറയും. എന്നിട്ട് പോകും. അത് അപ്പം നിവിൻ പറയും ഇങ്ങനെ പറയല്ലേ എന്ന് പറയും. പണ്ട് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത് അൽഫോൺസ് പുത്രനാണെന്ന് പറഞ്ഞു. പക്ഷെ അത് ഹിറ്റായിരുന്നു, പ്രേമമാണ്. പക്ഷെ നിവിന് പേടിയാണ്. ഞാൻ അപ്പോൾ പിന്നെ ഞാൻ അത് കുറച്ചു. ഞാൻ ആക്ച്വലി എക്സൈറ്റ്മെന്റ് വിടുമ്പോൾ പറയും 100 കോടി എന്ന് പറയും. റിയ അഭിനയിക്കുമ്പോൾ ഞാൻ പറയും ഓഹ് പിന്നാൾ ഔട്ടായി പോയല്ലോ, ഇനിയിപ്പോൾ റിയ കയറിയല്ലോ, ദൈവമേ ഇൻഡസ്ട്രിയിൽ മറ്റുള്ള പോയല്ലോ. അങ്ങനെ അതൊക്കെ നമ്മൾ സന്തോഷം കൊണ്ട് പറയുന്നതാണ്. അപ്പോൾ ഇപ്പൊ പക്ഷെ ഞാൻ നോക്കുമ്പോൾ അത് മാനിഫെസ്റ്റ് ചെയ്ത പോലെ ആയിപ്പോയി. 5 ദിവസം കൊണ്ടാണ് 50 കോടി കഴിഞ്ഞത്. അപ്പൊ എനിക്ക് ഇത് വിശ്വസിക്കാൻ പറ്റുന്നില്ല എങ്ങനെയാണെന്ന്. സത്യൻ സാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. സത്യൻ സാറിന് ഒരു സർക്കിൾ ഉണ്ട്, ലൈക്ക് ഒരു ഫിലിം സർക്കിൾ ഉണ്ട്, ലൈക്ക് ഒരു കംഫർട്ട് സർക്കിൾ ഉണ്ട്. അപ്പോൾ ഡയറക്റ്റഡ് ബൈ അഖിൽ സത്യൻ ഇനി കാണാൻ പറ്റുന്ന പോസ്റ്റേഴ്സിലൊക്കെ കോമൺ ആയിട്ട് കാണാൻ ചാൻസ് ഉള്ള പേരുകൾ ഏതൊക്കെയാണ്? കോൺസ്റ്റന്റ് പേരുകൾ ഏതൊക്കെ ആയിരിക്കും? ജസ്റ്റിൻ പ്രഭാകരൻ എനി ഡേ. കാരണം ജസ്റ്റിൻ ഇല്ലാതെ എനിക്ക് പുള്ളി എൻ്റെ കോ റൈറ്ററാണ്. എനിക്ക് മ്യൂസിക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് സിനിമയിൽ. ഇപ്പോൾ ശരൺ ക്യാമറ ചെയ്യുന്ന പോലെ, അനിൽ രാധാകൃഷ്ണൻ എന്നുള്ള സിംഗ് സൗണ്ട് ഡിസൈനേഴ്സ് അയാൾ വരുന്ന പോലെ, ഇവരൊക്കെ നമുക്ക് വേണ്ടി അവരുടെ ഏറ്റവും ബെസ്റ്റ് തരുന്നത് എനിക്ക് ഉറപ്പാണ്. ഈ പറഞ്ഞ സെറ്റിൽ ചിൽ എന്ന് പറയുന്നുണ്ടല്ലോ, ഇത് നമ്മൾ വൺസ് സ്ക്രിപ്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പണി അറിയുന്ന ഒരു കൂട്ടം ഫ്രണ്ട്സാണ് കൂടെയുള്ളത്. പണി അറിയുന്നുള്ള വാക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഫ്രണ്ട്സ് മാത്രമല്ല, സ്കിൽഡ് ആയിട്ട് ക്രാഫ്റ്റുള്ള. അപ്പോൾ പ്രൊഡക്ഷൻ ആണെങ്കിൽ പോലും നല്ല പ്രൊഡ്യൂസേഴ്സാണ്. അവർ ആദ്യമായിട്ടാണ് പ്രശ്നം. അവർ നെയിം ഇറ്റ് ഹാവ് ഇറ്റ് ആണ്. പറയുന്ന എന്തിനും പൈസ കൊടുക്കുന്ന നല്ല പൈസയുള്ള സിനിമയാണ് സർവമായ. ഈ കാണുന്ന സെറ്റ് പോലും 1 കോടി രൂപയുടെ സെറ്റാണ്. ഇല്ലം സെറ്റാണ്. നമ്മൾ കാണുന്ന മന സെറ്റ് ഇട്ടതാണ്. അത് പുറമെ നിന്നുള്ള രാജീവൻ എന്നുള്ള നമ്മൾ കാക്ക അല്ലെങ്കിൽ വിജയന്റെ പടങ്ങള്, പ്രഭാസിന്റെ പടങ്ങള്, ഈ അടുത്ത അമരൻ, ഇതൊക്കെ ചെയ്തിട്ടുള്ളതാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവരുടെ ഇൻപുട്ട് അജി എന്നുള്ള നാട്ടിലെ ആർട്ട് ഡയറക്ടറാണ് ചെയ്യുന്നത്. അപ്പോൾ അവരെല്ലാവരും കൂടിയിട്ട് ഒത്തൊരുമിച്ചിട്ട് നമ്മുടെ കൂടെ നിൽക്കുകയാണ് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ. അപ്പൊ പിന്നെ ചില്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല. പിന്നെ നിവിൻ എന്നുള്ള ആക്ടർ എത്ര തമാശ പറഞ്ഞാലും നമ്മൾ BTS പൊട്ടിച്ചിരിയൊക്കെ അങ്ങനത്തെ ഒരു മൊമെന്റിൽ ഞങ്ങൾ പൊട്ടിച്ചിരിച്ച് വളിപ്പടിച്ച സമയത്ത് പെട്ടെന്ന് നിവിൻ പറഞ്ഞു നമുക്ക് ക്ലൈമാക്സിൽ ഈ ഒരു ലൈൻ ആഡ് ചെയ്തല്ലോ. അപ്പോൾ ഞാൻ ഞെട്ടിപ്പോയത് ആ സീനിൽ നിവിൻ ഇല്ല. നിവിൻ അഭിനയിക്കാത്ത സീനിൽ നിവിൻ പറഞ്ഞ ഡയലോഗിലാണ് ആ സീൻ തുടങ്ങുന്നത്. അപ്പോൾ ഇത്രയും കളിച്ചിരിക്കുന്ന ഒരാൾക്കകത്ത് സിനിമ അത്രയും ആഴത്ത് കയറി എന്നുള്ളതാണ് അതിന്റെ ഒരു അതിലാണ്. അപ്പോൾ നമ്മളൊക്കെ കളിച്ചിരിക്കണമെങ്കിലും അകത്ത് ക്ലാരിറ്റി ഉണ്ട്. എനിക്ക് തോന്നുന്ന എക്സ്പീരിയൻസ് ആണ് അതിന്റെ ഒരു വലിയ ഘടകം. ഞാനിപ്പോൾ 10 വർഷത്തോളം അച്ഛൻ അസിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 15 വർഷമായി സിനിമയിൽ. പക്ഷെ 2 സിനിമ ചെയ്തിട്ടുള്ളൂ. പക്ഷേ എനിക്ക് ഉറപ്പാണ്, അതായത് എനിക്ക് പണിയറിയാന്നുള്ള എനിക്ക് യാതൊരു സംശയമില്ല. അപ്പോൾ ആൾക്കാരെ നെപ്പോക്കിടുന്നൊക്കെ പറയുമെങ്കിലും അത് എനിക്കൊന്നും പറയാനില്ല. കാരണം അത് ഞാൻ പറയണ ഒരു പേപ്പറിലെ ഫസ്റ്റ് ലൈൻ മുതൽ എൻഡിൽ ഇപ്പോൾ ക്യൂബിൽ കാണിക്കുന്ന J2C ഫോർമാറ്റ് എനിക്ക് അറിയാം. എഡിറ്റർ സോഫ്റ്റ്വെയർ എല്ലാ ടെക്നിക്കൽ സാധനം എനിക്ക് ക്ലിയർ ആണ്. അതിനകത്ത് എനിക്കത് യാതൊരു ആരെപ്പോഴും ചോദിച്ചോ, ഏത് ഡിപ്പാർട്ട്മെന്റ് ചോദിച്ചോ, പേപ്പർ ടു സ്ക്രീൻ എന്തുകൊണ്ട് ചോദിക്കാനോട് എനിക്കറിയാം. അതാണ് നമ്മളിപ്പോൾ നിവിൻ പറയുന്നുള്ളത് 10 ദിവസം ഷൂട്ട് ചെയ്യാന്ന് പറയുമ്പോൾ യെസ് പറയാൻ കാരണം എനിക്കറിയാം ഇത്. കാരണം ഞാൻ അച്ഛൻ്റെ കൂടെ അസിസ്റ്റൻ്റ് നിൽക്കാന്നുള്ള ഭയങ്കര സ്കിൽഡ് ആയിട്ടുള്ള കാര്യമാണ്. അച്ഛൻ ഫിലിം കാലത്ത് മുതൽ, ഇപ്പോഴാണ് ഡിജിറ്റൽ വന്നത്, അന്ന് മുതൽ എല്ലാം മനസ്സിനകത്ത് പേപ്പറിലൊക്കെ പോകുന്നതാണ്. അപ്പൊ അച്ഛന്റെ സ്പീഡിൽ വർക്ക് ചെയ്യണമെങ്കിൽ ഭയങ്കര ആ സ്പീഡ് മാച്ച് ചെയ്യണം. നമ്മുടെ സിനിമ മനസ്സിനകത്ത് കാണാം. നമുക്ക് സ്പോട്ട് എഡിറ്റില്ല, ഷൂട്ട് ചെയ്തിട്ട് ആൾക്കാർ സ്പോട്ടിൽ നോക്കിയിട്ടാണെല്ലാം. ഇപ്പോഴും അതാണ്. പാച്ചുവിലും സർവമയിലും സ്പോട്ട് എഡിറ്റില്ല. നമ്മള് ഫിലിം കാലത്തെ പോലെയാണ് ട്രീറ്റ് ചെയ്തത് ക്യാമറനെ. അത് നമുക്ക് ആവശ്യമില്ല. കാരണം അതാണ് അച്ഛന്റെ ട്രെയിനിങ് ആണ്. നമുക്ക് മനസ്സിനകത്ത് സിനിമ കാണണം. ഇപ്പോൾ ഞാൻ പ്രകാശൻ വരെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. വരെ ഇട്ടിട്ട് മാത്രമാണ്, പേപ്പറും പേനും മാത്രമാണ് നമ്മുടെ സ്പോട്ട് എഡിറ്റ്. അത് പിന്നെ റീഷൂട്ടോ നമുക്ക് അത് ക്ലിയർ ആണ്. കാരണം ഞാൻ ഫിലിമിൽ മുതൽ അച്ഛനോട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഡിജിറ്റലിലെ ആ മാറ്റം ഞാൻ കണ്ടിട്ടുണ്ട്. ഫിലിമിൽ നിന്ന് ക്യാമറ മാറി. അപ്പൊ അതുകൊണ്ട് ഞാനിപ്പോഴും ഫിലിം പോലെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. അതിന്റെ ഗുണം വെച്ച് കഴിഞ്ഞാൽ ആവശ്യമുള്ള മാത്രമേ എടുക്കുന്നുള്ളൂ. കോസ്റ്റുകളില്ല. പിന്നെ ഒരു സാധനം തന്നെ പല ആംഗിളിൽ നിന്ന് എടുക്കുന്നില്ല. ആക്ടേഴ്സിന്റെ സുഖം, ഇപ്പൊ നിവിനൊക്കെ ചിരിച്ചു കളിക്കുന്നത് നമുക്ക് നിവിനെ ബുദ്ധിമുട്ടിക്കുന്നില്ല. അല്ലെങ്കിൽ വേറെ ആക്ടേഴ്സിനെ പ്രായമുള്ള ഇപ്പൊ ജനാദനങ്ങൾ വന്നു കഴിഞ്ഞാൽ എന്നോട് പറഞ്ഞത് സമാധാനമായി. ഇവിടെ എല്ലാവരും ഈ കാലത്ത് ഷോർട്ട് ചോദിച്ചാൽ ആർക്കും അറിയില്ല. ഇവിടെ നിർത്തിക്കാം സാറേ, പിന്നെ എഡിറ്റ് നോക്കാം എന്ന് പറയുന്നത്. അത് പെർഫെക്ഷൻ, അത് കൺഫ്യൂഷനാണ്, പണിയറേമയാണ്. അതായത് എല്ലാം പല അങ്ങനെ എടുത്തിട്ട് എഡിറ്റർ തീരുമാനിക്കാന്നുള്ളത്. അപ്പൊ ആ ഡയറക്ടർക്ക് വിഷൻ ഇല്ല. എനിക്കിപ്പോഴും ഞാൻ അച്ഛനോട് വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് അറിഞ്ഞതില്ല എങ്ങനെയാണത് ഡിവിഷൻ വരയ്ക്കുക, ഇവിടെ ഷോർട്ട്, ഇവിടെ ക്ലോസ് അതെനിക്കറിയില്ല. ഞാൻ അസിസ്റ്റന്റ് ആയിട്ട് പോലും എനിക്ക് അറിഞ്ഞിട്ടില്ല. അതൊരു വേറെ മാജിക്കാണ്. അത് എങ്ങനെയാണ് അച്ഛനതും ഷോർട്ട് മുറിക്കുന്നത് നമുക്കറിയില്ല. പക്ഷെ എനിക്ക് എന്റെ വെരി ഫസ്റ്റ് ഡേ ഷൂട്ടിൽ എനിക്ക് അത് മനസ്സിലായി. നമ്മൾ കണ്ണടച്ചിട്ട് സ്ക്രീനിൽ കണ്ടാൽ മതി, ഇവിടെ ഇത് വരും. അത് തന്നെയാണ് പേപ്പറിൽ മാർക്ക് ചെയ്യുന്നത്. അത് ഷൂട്ട് ചെയ്ത് ഞാൻ സീൻ കഴിഞ്ഞു. ഫൈനൽ സ്ക്രീനിൽ എങ്ങനെ വരും എന്നുള്ള ഇമേജ് കിട്ടിയാൽ മതി. അത്രേ ഉള്ളൂ. അപ്പൊ അങ്ങനെ കുറെ ടെക്നിക്സ് നമുക്ക് അച്ഛനിൽ നിന്ന് കിട്ടിയിട്ടുള്ളതാണ് സർവമയുടെ ഒരു സ്മൂത്ത് ഫ്ലോക്ക് ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് അസിസ്റ്റ് ചെയ്യുന്ന പടം ഏതായിരുന്നു? സത്യൻ സാറിന്റെ കഥ തുടരുന്നുള്ള സിനിമ. അത് പക്ഷെ പാളിപ്പോയി. എനിക്ക് അതിനകത്ത് വർക്ക് ചെയ്ത ഡിപ്രഷൻ വന്നു. പ്രോപ്പർ ക്ലിനിക്കൽ ഡിപ്രഷൻ. ആന്റി ഡിപ്രഷൻ കഴിക്കുന്ന ഡോക്ടറെ അടുത്ത് പോയിട്ട് മരുന്ന് കഴിക്കേണ്ട അവസ്ഥ വന്നു. പക്ഷെ അതിനെ റിക്കവർ ചെയ്തിട്ടാണ് അച്ഛനാ പറഞ്ഞത് സെക്കൻഡ് സിനിമയിൽ ഞാൻ പിന്നെ സിനിമ വേണ്ട എന്നുള്ള ചമ്മലാണല്ലോ, പിന്നെ ഇവരൊക്കെ ഫേസ് ചെയ്യണ്ടേ. അപ്പോൾ
പക്ഷെ അച്ഛനാണ് പറഞ്ഞത് നീ തിരിച്ചു പോകാന്ന് പറഞ്ഞു. അങ്ങനെയാണ് സ്നേഹവീടും പിന്നെ ഇന്ത്യൻ പ്രണയകഥയാണ് പിന്നെ ലൈഫ് മാറ്റിയത്. പ്രണയകഥയിൽ വർക്ക് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി ഞാനൊരു നല്ല അസിസ്റ്റന്റ് ആകാൻ പറ്റും എനിക്ക് മനസ്സിലായി. കാരണം ആ സിനിമയിലെ പകുതിയായപ്പോൾ എൻ്റെ അസോസിയേറ്റ് ഡയറക്ടർ പോകേണ്ടി വന്നു. അപ്പോൾ ഞാൻ ടേക്ക് ഓവർ ചെയ്തു. അത് പക്ഷേ അതെനിക്ക് ഭയങ്കര ധൈര്യമായി. അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ നല്ല അസിസ്റ്റന്റ് ആകാൻ പറ്റും എന്നുള്ള ഉറപ്പായി. പിന്നെ നിവിനാണ് ആക്ച്വലി ജോമോൻ എന്നുള്ള സിനിമ അതിൻ്റെ എഡിറ്റ് നടക്കുമ്പോഴാണ് നിവിൻ വിളിക്കുന്നത്. ഞാനങ്ങനെ സിനിമയിൽ സൗഹൃദം സൂക്ഷിക്കുന്ന ആളല്ല, പൊതുവെ മടിയുള്ള ആളാണ്, വീട്ടിനകത്തിരിക്കുന്ന ആളാണ്. അപ്പോൾ അങ്ങനെ വീടും വർക്കൊന്നുമില്ല, അച്ഛനും അവിടെ ഇവിടെ അച്ഛനാണല്ലോ. അപ്പോൾ അതുകൊണ്ട് വേറെ അങ്ങനെ പുറത്തേക്ക് പോകേണ്ടി വന്നില്ല. പക്ഷെ നിവിൻ എന്നെ കുറേ നാൾ കഴിഞ്ഞ് വിളിക്കുകയാണ്, ഒരു പടം ചെയ്താലോ എന്ന് പറഞ്ഞാൽ. വിനീത് എഴുതിയിട്ട് അഖിൽ ഡയറക്ട് ചെയ്യുന്ന സിനിമ, സത്യനന്ദിക്കാട് ശ്രീനിവാസന്റെ കോംബോ, മക്കളുടെ കോംബോ. പക്ഷെ അത് നടന്നില്ല, അത് പ്രാക്ടിക്കലി പോകുന്നത്. പക്ഷെ അത് കഴിഞ്ഞിട്ട് നിവിൻ പറഞ്ഞു എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് പാച്ചു ആലോചിക്കുന്നത്. നിവിനാണ് ആദ്യമായിട്ട് സിനിമ ചെയ്യാൻ എന്നെ വിളിക്കുന്ന ഒരു താരം. അപ്പൊ നിവിന്റെ ആ കോളേജിൽ അതെ അതെ നിവിനില്ലായിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ ഉടനെ ഒന്നും എന്റെ വിശ്വാസം വരില്ലായിരുന്നു. ആ കോളേജിൽ നിന്നാണ് പാച്ചുവിന്റെ ത്രെഡ് ഉണ്ടാവുന്നത്. പാച്ച് ഫുൾ എഴുതി സീൻ എഴുതി അടിവരെ ഇടുന്നത് നിവിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ലാസ്റ്റ് മിനിറ്റ് ആണ് ഫാദറായി മാറുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നിവിന്റെ കൂടെ തന്നെ ഇത് കിട്ടി എന്നുള്ളത് എനിക്ക് ഭയങ്കര ഒരു ആർക്ക് ഫിനിഷ് ആയ പോലെയാണ്. അന്ന് ചെയ്യാൻ പറ്റാതെ ഇപ്പൊ ചെയ്യാൻ പറ്റും. അസിസ്റ്റിങ്ങിന്റെ അവരോട് ചോദിക്കുകയാണ്, ലാൽ ജോസ് സാറിന് അസിസ്റ്റ് ചെയ്തിട്ടുണ്ടോ? അനൂപാണ്. അവിടെ തന്നെ നമുക്ക് തുടങ്ങാം. ഇൻഡസ്ട്രിയിൽ എത്ര പേർക്ക് മാറിപ്പോറുണ്ട്? അനൂപ് സത്യനന്ദിക്കാടിന്റെയും അഖിൽ സത്യനന്ദിക്കാടിന്റെയും ഒരു 95% മാറിപ്പോറുണ്ട്. ഭയങ്കര കോൺഫിഡൻസി വന്ന് മിണ്ടാറുണ്ടോ? അതെ അതെ അതെ. അത് നമ്മളിപ്പോ സിനിമയ്ക്ക് മുമ്പും നമ്മളിപ്പോ തോളത്ത് കേട്ടിട്ട് അവരോട് പറഞ്ഞ കാര്യത്തിന്റെ ബാക്കി പറഞ്ഞാൽ തുടങ്ങുന്നത്. ഞാൻ ഇയാൾ ആദ്യമായിട്ടാണ് അറിയും. പക്ഷെ നമ്മളവരെ ബുദ്ധിമുട്ടിക്കില്ല, നമ്മളത് കണ്ടിന്യൂ ചെയ്യും. ആ മീറ്റർ പിടിച്ചിട്ട് ആ ടോക്ക് അവസാനിപ്പിക്കും. അവർക്ക് അറിയപ്പോലും ഞാൻ അഖിലാണെന്ന്. അനുഭവം ചെയ്യാറുണ്ട്, തോളത്തടിച്ചിട്ട് എന്നെ. പക്ഷെ നമ്മൾ തർക്കിക്കാൻ നിൽക്കാറില്ല, കാരണം അതിന് കുറെ സമയം പോകും. ഞാൻ അഖിലല്ല അനൂപാണെന്നൊക്കെ പറഞ്ഞ പിന്നെ അവർ അയ്യോ സോറി ഫിനിഷ് ചെയ്ത് വിടാന്ന് മാത്രം ചെയ്യുന്നു. അതെ അതെ അതെ. അപ്പോൾ അത് പക്ഷേ വിപ്രോ മുതൽ ഞങ്ങൾ ID കാർഡ് മാറിപ്പോറുണ്ട്. പക്ഷെ സെക്യൂരിറ്റി ഒക്കെ കാര്യമായിട്ട് നോക്കിയിട്ട് പൊക്കോ. അപ്പോൾ അത് 21 വയസ്സ് വരെ സ്കൂളിലൊക്കെ അഖിലാനൂപ് എന്നാണ് പറയാറ്. ഇന്നാളെന്നില്ല, നമുക്കൊരു ഐഡന്റിറ്റി ഇല്ല. അതുകൊണ്ടാണ് ഞങ്ങൾ മാറിയപ്പോൾ എപ്പോഴും 2 സിനിമ ചെയ്യുന്നത്. ഞങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യുന്നത് ആഫ്റ്റർ ഒരു 23-24 കഴിഞ്ഞിട്ടാണ്. അതുവരെ ഒറ്റക്കെട്ടാണ്. നിങ്ങൾ രണ്ടുപേരും സിനിമയല്ല പഠിച്ചത്, അതും സത്യൻ സാറാണ് സിനിമയിൽ മാറ്റി നിർത്താനാണ് നോക്കിയത്. പഠിച്ചത് എഞ്ചിനീയറിംഗ് ആണ്. പക്ഷെ അതിൽ നിന്നൊരു എന്താ പറയാ, ഓക്കെ എനിക്കിനി ചെയ്യേണ്ടത് സിനിമയാണ്, അല്ലെങ്കിൽ ഡിറക്ഷൻ ഇഷ്ടമാണെന്ന് തോന്നിയ ഒരു മൊമെന്റ് ഉണ്ടാവും. ചിലപ്പോൾ അതൊരു സിനിമയെന്നായിരിക്കാം, അല്ലെങ്കിൽ ഒരു ചിലപ്പോൾ എവിടെയെങ്കിലും സെറ്റിൽ പോയപ്പോഴായിരിക്കും. ആ ഒരു മൊമെന്റ് എപ്പോഴായിരുന്നു? സെറ്റിൽ പോയിട്ടില്ല, ഷൂട്ടിംഗ് കണ്ടിട്ടില്ല, സിനിമാക്കാരെ പരിചയമില്ല. ആകെ ഇന്ന സിനിമകൾ മാത്രമാണ് ആകെ അറിയുന്ന സിനിമാക്കാർ. ഞങ്ങൾ ആക്ച്വലി മച്ച് ലൈക്ക് എ ഫാമിലി ആയിരുന്നു. എക്സെപ്റ്റ് അങ്കിൾ ആരും അറിയില്ല ഞങ്ങൾക്ക്. ലാൽ സാറിനൊക്കെ എനിക്ക് കണ്ട ഓർമ്മ പോലും ഇല്ല. ഞാൻ ധ്യാനെ പരിചയപ്പെടുന്നത് ഈ അടുത്താണ്. വിനീതിനൊക്കെ ഞാൻ പറയുന്ന സമയത്താണ് ഞാൻ കാണുന്നത്, പ്രോപ്പറായിട്ട് കാണുന്ന പോലെ. ഈ VCD കാലം വന്നല്ലോ, നമ്മള് VHS. അപ്പൊ ആ സമയത്ത് മണിരത്നം സിനിമകൾ കണ്ടു തുടങ്ങി. ഞാനും അനൂപും ഭയങ്കരമായിട്ട് കണ്ണത്തിൽ മുത്തുള്ള സിനിമ തിയേറ്ററിൽ കണ്ട മൊമെന്റ് ഭയങ്കര മൊമെന്റാണ്. ആ സിനിമ കണ്ടിട്ടാണ് സിനിമ ഉണ്ടാക്കണം ആഗ്രഹിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിൽ വന്നിട്ട് ഇരുവർ റോജ ഇതിൻ്റെയൊക്കെ VCD ഞങ്ങൾ കാസറ്റ് വഴി റെക്കോർഡ് ചെയ്യും, വയറ് കുത്തിയിട്ട് ഇന്നൗട്ട് വെച്ചിട്ട്. എന്നിട്ട് നമുക്ക് സന്തോഷമാണ്, നമ്മുടെ കയ്യിൽ ഇതുണ്ടല്ലോ. അന്ന് അച്ഛൻ്റെ പടങ്ങൾ വലിയ റീവാച്ച് ചെയ്യുന്നല്ലാതെ അച്ഛൻ്റെ പടങ്ങളുടെ ക്വാളിറ്റി നമുക്ക് ബോധമല്ല. ഇതിന്റെ പക്ഷെ മണിസാറിന്റെ എസ്തെറ്റിക് വാല്യൂ, ഇംപ്രസീവ് ക്രാഫ്റ്റ്, അവരുടെ ഡയറക്ഷൻ കൊള്ളാൻ തോന്നിയത്. അപ്പോൾ പക്ഷെ അന്ന് +2 മറ്റുമാണ്. അപ്പോൾ +2 കഴിഞ്ഞിട്ട് ഞങ്ങളുടെ കൂടെയുള്ള എല്ലാ 45 പേരുള്ളിൽ 41 പേരും എഞ്ചിനീയറിംഗ് ആയിരുന്നു. അപ്പോൾ നമ്മൾ ഡിസൈഡ് ചെയ്യണം നമുക്ക് സിനിമ പഠിക്കാം. അപ്പോൾ മറ്റേതാണെങ്കിൽ 4 കൊല്ലം പോലും എഞ്ചിനീയറിംഗ്. അങ്ങനെ നമ്മൾ ഗ്രാജുവേഷൻ ചെയ്യാൻ. അപ്പോൾ നോക്കുമ്പോൾ അന്ന് അമൃത എന്നുള്ള കോളേജിൽ കൊച്ചിയിൽ വിഷ്വൽ മീഡിയ ഉണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ ആദ്യം നമ്മൾ ഡിഗ്രി പഠിച്ചു കഴിഞ്ഞാൽ എയർപോർട്ടിൽ നിന്ന് ചെക്കിങ്ങിലാന്ന് പറഞ്ഞു ഡിഗ്രി പഠിച്ചു. അപ്പോൾ BSc കമ്പ്യൂട്ടർ സയൻസ് ആണ് അന്ന്. പക്ഷെ ആ വിഷയം ഇഷ്ടമാണ്, കമ്പ്യൂട്ടർ സയൻസ് ഇഷ്ടമാണ്, അങ്ങനെയാണ് ചെയ്യുന്നത്. പക്ഷെ അതിന് ഞങ്ങൾക്ക് 2 പേരും നല്ല മാർക്കുണ്ടായിരുന്നു ഡിഗ്രി. അപ്പോൾ ഉടനെ PG ചെയ്യാനായിട്ട് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ചെയ്യാം വെച്ചപ്പോൾ അന്ന് അമൃതയിൽ നിന്ന് ഫോം വാങ്ങിച്ച്, അമ്മയാണ് വീട്ടിലുണ്ടാവാറ്, അച്ഛനെ ഉണ്ടാവാറില്ല. പക്ഷെ അന്ന് കറക്റ്റ് അച്ഛൻ വീട്ടിലുണ്ട്. സൈൻ ചെയ്യേണ്ടത് അച്ഛൻ്റെയാണ്. അച്ഛനെ ചോദിച്ചത് എന്തിനാണ് പഠിക്കുന്നത്? അച്ഛനാണ്. അങ്ങനെ അച്ഛൻ തൊട്ടപ്പുറത്ത് നല്ല മാർക്കുണ്ടല്ലോ, എൻ്റെ തൊട്ടപ്പുറത്ത് MSc കമ്പ്യൂട്ടർ സയൻസ് ടിക്ക് ചെയ്തു. അങ്ങനെ അച്ഛനാ പറഞ്ഞത് അതാണ് എൻ്റെ കൂടെ വന്നതെന്ന് പറഞ്ഞു. പക്ഷെ അത് ആ പറഞ്ഞാലൊരു നമുക്ക് കാര്യം മനസ്സിലായി. അങ്ങനെ 2 വർഷം വീണ്ടും കമ്പ്യൂട്ടർ സയൻസ് പോയി. അതിന് മാർക്കുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വിപ്രോയിൽ പ്ലേസ്ഡ് ആയി 2 പേരും. പിന്നെ ആ ഒഴുക്കിൽ കുടുങ്ങിപ്പോയി. 2 വർഷം ബോണ്ട് ഉണ്ടായിരുന്നു വിപ്രോയിൽ. അപ്പോൾ അപ്പോഴേക്കും നമുക്ക് 24-23 വയസ്സായി. അപ്പോൾ അനൂപ് ആ സമയത്താണ് അനൂപ് വരയ്ക്കും, സ്കെച്ച് ചെയ്യും. അനൂപ് റാൻഡം ആയിട്ട് ചെന്നൈയിൽ ഒരു NID എന്നുള്ള കോളേജിന്റെ ഇന്റർവ്യൂ അത് 13,000 പേരുണ്ട്. അതിൽ നിന്നാണ് 15 പേരിലേക്ക് അനൂപ് എത്തുന്നത്.
ഇന്ത്യയിലത്തെ 15 രൂപയിൽ അനുണ്ടായിരുന്നു. ഓക്കെ. അവർക്ക് സത്യകാരാന്ന് അറിയ പോലും ഇല്ല. അവർ ഇന്റർവ്യൂവിൽ പോലും പറഞ്ഞിട്ടില്ല ഒരു ഫിലിം മേക്കറിന്റെ മകനാണെന്ന്. അത് ഭയങ്കര ധൈര്യമുള്ള, അതാണ് ഫസ്റ്റ് 6. അനൂപ് തുറന്ന വാതിൽ കൂടിയാണ് ഞാൻ കയറിയിട്ടുള്ളത്. പിന്നെ മനസ്സിലായി. അതോടെ അനൂപ് പോയപ്പോൾ അച്ഛന് ഒരാള് പ്രൂവ് ചെയ്തല്ലോ. അപ്പൊ അച്ഛൻ ഇനി ഇവനും എന്തെങ്കിലും ഉണ്ടാവും എന്നുള്ള സംശയം അച്ഛന് വന്നു തുടങ്ങി. അപ്പൊ നമ്മൾ ചോദിക്കുകയാണ്, ഞാൻ ഒരു സിനിമ വർക്ക് ചെയ്തോട്ടെ എന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് എൻ്റെ കസിൻസ് ആഡ് ഫിലിം ഡയറക്ട് ചെയ്യും, ഷിബു, ദീപു. അങ്ങനെ ഞാൻ അതെനിക്ക് ഭയങ്കര ഓപ്പണിംഗ് ആയി. അത് സിനിമയ്ക്ക് മുമ്പ് തന്നെ ഞാൻ പുറത്ത് പോയിട്ട് അവർ ആ സമയത്ത് ഋതിക് റോഷൻ അവരൊക്കെ ചെയ്ത സമയമാണ്, വിജയിന്റെ കൂടെയൊക്കെ. അപ്പൊ അങ്ങനത്തെ ഒരു എക്സ്ട്രീം ക്വാളിറ്റി ഞാൻ കണ്ടു അവിടെ. അതാണ് ഞാനിപ്പോഴും സറോമയിൽ എന്നെ ഹെൽപ്പ് ചെയ്യുന്നത്. അച്ഛൻ്റെ ടെക്നിക്ക് യൂസ് ചെയ്യുന്നത് പറഞ്ഞെങ്കിലും ഈ ചേട്ടന്മാർ പഠിപ്പിച്ചെന്നുള്ള ടെക്നിക്കൽ ക്വാളിറ്റിയാണ്. ഞാൻ അന്ന് വർക്ക് ചെയ്തിട്ടില്ല. ഇപ്പോൾ ഫോറിൻ DOPസിനോട് വർക്ക് ചെയ്തിട്ടുണ്ട്, വിദ്യാബാലൻ, വിജയ്, സൂപ്പർ താരങ്ങളോട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ദിവസം സ്പെൻഡ് ചെയ്യുന്ന ടെക്നിക്സ് നമുക്ക് മനസ്സിലായി. എഡിറ്റിംഗ് പഠിക്കുന്ന അവിടെ നിന്നാണ്, ആഡ് ഫിലിമിൽ നിന്നാണ്. രക്ഷപ്പെടാൻ വേണ്ടി പഠിച്ചാണ് എഡിറ്റിംഗ്. എസ്തെറ്റിക് വാല്യൂ, വിഷ്വൽ ടെക്നിക്സ്, ടെക്നോളജി എല്ലാം പഠിക്കുന്നതാണ്. ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജി യൂസ് ചെയ്യുന്നത്. അവർ ചെയ്തിട്ടുള്ള ലൈറ്റ്സ് എല്ലാം അന്നത്തെ ടോപ്പ് മോസ്റ്റ് ടെക്നീഷ്യൻ പറയുന്നു. അപ്പോൾ നമ്മൾ കണ്ട് കൊതിക്കുന്ന DOPs ഒക്കെയാണ് നമ്മൾ അടുത്ത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ തിരുസാറൊക്കെ എനിക്ക് ലെൻസിങ് എല്ലാം പഠിക്കുന്ന തിരുസാറിൻ്റെതാണ്. അവിടെ നിന്ന് പിന്നെ നമുക്ക് റൂട്ട് ക്ലിയർ ആയി. പിന്നെ അച്ഛൻ്റെ കൂടെ വരുന്നത് അപ്ഡേറ്റഡ് ആയിട്ടാണ്. പ്രണയത മുതൽ നമ്മൾ വരുന്നത് വിത്ത് അവിടെ നിന്ന് അങ്ങോട്ടുള്ള ഭയങ്കര യാത്രയാണ്. അവിടെ നിന്നാണ് അച്ഛൻ്റെ വാല്യൂ മനസ്സിലാവുന്നത്. എന്തുകൊണ്ടാണ് അച്ഛൻ്റെ ആൾക്കാർ ഇത്രയും പ്രകീർത്തിക്കുന്നത്. അപ്പോൾ ഈ സിനിമകൾ എന്തുകൊണ്ട് റീവാച്ച് ചെയ്യുന്നു എന്നുള്ളത് അപ്പോഴാണ് മനസ്സിലാവുന്നത്. ഈ ഫീൽ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ ഏറ്റവും മോസ്റ്റ് ടഫ് തിങ് ടു മേക്ക് ആണ്. ഞാൻ പറഞ്ഞ ഒരു വില്ലനോ ക്ലൈമാക്സിൽ വില്ലന്മാരെ കൊല്ലുന്ന സിനിമകളല്ലാത്ത സിനിമകൾ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണ്. മനസ്സിലായി. അതും ആൾക്കാരെ കൺവിൻസ് ചെയ്ത് സാറ്റിസ്ഫൈ. അതെ. എനിക്ക് എപ്പോഴും തിയേറ്റർ ഹൈ എന്നുള്ള സാധനമൊക്കെ ഓക്കെയാണ്. പക്ഷെ എനിക്ക് അതിനപ്പുറത്തേക്ക് ട്രാവൽ ചെയ്യുന്ന സിനിമകളാണ് എനിക്ക് താല്പര്യമുള്ളൂ. ഇപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പോൾ ഈ അടുത്തായിട്ട് കഴിഞ്ഞ 5 വർഷമായിട്ട് ലൗഡ് തിയേറ്ററിക്കൽ ഹൈ കൊടുക്കുന്ന സിനിമകളാണ് സിനിമാറ്റിക് എക്സ്പീരിയൻസ് പറയുന്നത്. ഇപ്പോൾ സറോമായി പ്രൂവ് ചെയ്യുന്നത് ഇമോഷന് അതേ ഹൈ ഉണ്ടാക്കാൻ പറ്റുന്ന പ്രൂവ് ചെയ്തു. കാരണം നമുക്ക് നമ്മുടെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് നമുക്കത് ചെയ്യിക്കാൻ പറ്റും. ഇപ്പോൾ ആൾക്കാർ ഇപ്പോൾ ക്രിഞ്ച് എന്നൊക്കെ പറയുന്നവർക്ക് ഒന്നും പറയാനില്ല. അങ്ങനെയുള്ളവരോട് നമുക്കൊന്നും പറയാനില്ല. കാരണം അവർക്കുള്ള സിനിമ ആയിരിക്കില്ല. പക്ഷേ ഇപ്പം എന്നെ ഇപ്പോൾ ഹരിഹരൻ സാർ വിളിച്ചു. ഞാനിപ്പോൾ ഭയങ്കര ഇമോഷണലി മൂഡായ മൂവ്മെൻ്റാണ്. അത് അച്ഛൻ്റെ ഗുരുവാണ്. അച്ഛൻ ആദ്യമായിട്ട് വർക്ക് ചെയ്ത സാറിൻ്റെ കൂടെയാണ് അസിസ്റ്റൻ്റായിട്ട്. സാർ വിളിച്ച് പറഞ്ഞത്, നീ ഒരു മലയാള സിനിമ മറന്നുപോയ വഴി നീ തിരിച്ചു വെട്ടിക്കൊടുത്തു പറഞ്ഞു. അത് ഭയങ്കര ഒരു എനിക്ക് ഇതിനപ്പുറത്തേക്കൊന്നും. അതെ. അപ്പോൾ പുള്ളി റൈറ്റിങ്ങിനെ പറ്റി പറഞ്ഞു. അപ്പോൾ MTയുടെ കൂടെ വർക്ക് ചെയ്ത ആൾ പറയുന്നത് കുറുക്കി വിടുന്ന വാക്കുകളും ഇമോഷനും ബുദ്ധിയും നീ ഉപയോഗിച്ചു എന്നാണ് സിനിമയിൽ. അപ്പോൾ അതിനപ്പുറത്തേക്ക് ഒന്നും വേണ്ട. അപ്പോൾ ഈ പറയുന്ന സിനിമ തന്നെയാണ് ഇത്രയും കളക്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഇന്നലെ 5 ഡേയ്സിൽ 50 crores 50 കോടി രൂപ 5 ദിവസത്തിൽ. അത് ആ മൈൽ സ്റ്റോൺ അച്ചീവ് ചെയ്യുന്നത് ഒരു ഇടിപ്പടമല്ല. ക്ലൈമാക്സിൽ വില്ലന്മാരെ കൊല്ലുന്നില്ല, ബാക്ക് ടു ബാക്ക് വെടിവെക്കുന്നില്ല. ഞാൻ ഒരു തോക്ക് കണ്ടിട്ടില്ല, ഞാനൊരു ബോംബ് കണ്ടിട്ടില്ല, ഞാൻ വില്ലന്മാരെ കണ്ടിട്ടില്ല. അപ്പൊ ഞാൻ പ്രയത്നം കണ്ടിട്ടില്ല. പക്ഷെ ഈ പറഞ്ഞ പോലെ റിയലിസ്റ്റിക് ആയിട്ടുള്ള സിനിമകൾ ഉണ്ടാക്കാനുള്ള ബുദ്ധിമുട്ട് ഇവർ മനസ്സിലാക്കുന്നില്ല. എഴുത്തിലുള്ള ബുദ്ധിമുട്ട്, പെയിൻ മനസ്സിലാക്കുന്നില്ല. നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് 40 കോടി 50 കോടിയല്ല ഇതിനെ സ്പെൻഡ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനത്തെ സിനിമ ഇത്രയും നമ്പർ പുൾ ഓഫ് ചെയ്യുമ്പോൾ എനിക്ക് പ്രേമലുവിന്റെ സിനിമ ഭയങ്കര ഇഷ്ടമാണ്. പ്രേമലു എനിക്ക് എൻ്റെ ഫേവറേറ്റ് സിനിമകളൊന്നാണ്. ഈ അടുത്ത് എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ബ്ലോക്ക് ബസ്റ്റർ ഈ പറഞ്ഞ പടങ്ങളൊന്നുമല്ല, പ്രേമലുവാണ്. അതിനുള്ള ബുദ്ധി, അതിനുള്ള സ്കില്ലും ഞാൻ അത് ഉണ്ടാക്കാൻ എളുപ്പമല്ല. അങ്ങനെ ആ സബ്ജക്ട് പുൾ ഓഫ് ചെയ്ത് ആൾക്കാരെ 2 മണിക്കൂർ എന്റർടൈൻ ചെയ്ത് കൺവിൻസ് ചെയ്യുന്നത് ഗിരീഷിന്റെ ഒരു ആ പടം 100 കോടി അടിച്ചു എന്നുള്ളതാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഹാപ്പി ആയിട്ടുള്ള മൊമെന്റ്. ഞാൻ പോകാൻ ആഗ്രഹിക്കുന്ന വഴി അത് തന്നെയാണ്. ഇപ്പോൾ സത്യനന്ദിക്കാട് സിനിമകളുടെ പാറ്റേൺ ഇപ്പോൾ ഈ പടം ഇത്രയും കളക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു സത്യനന്ദിക്കാട് പാറ്റേൺ സിനിമ ഇത്രയും ബ്ലോക്ക് ബസ്റ്റർ നമ്പർ ഉണ്ടാക്കിയ സാധനം ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ അതുപോലെ നമ്മളിപ്പോൾ കണ്ടിട്ടുള്ള ഫീൽ ഗുഡ് പടം എന്ന് പറയുന്നുണ്ടല്ലോ, ആൾക്കാരത് പുച്ഛിക്കുന്ന ആൾക്കാരുണ്ട്. പ്രിയദർശനാണെങ്കിലും സിദ്ദിഖ് ലാലാണെങ്കിലും ലാൽ ജോസ് ആണെങ്കിലും ഇതൊക്കെ ഇതെല്ലാം ഫീൽ ഗുഡാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കണ്ടു വളർന്നിട്ടില്ല. അപ്പോൾ ആ ഒരു സാറ് പറഞ്ഞ പോലെ ആ വഴി മറന്നുപോയ വഴി തിരിച്ചു പോകാൻ പറ്റി, നമ്മുടെ പുറകെ ആൾക്കാർ വരാൻ പോകുന്നു എന്നുള്ള സാധനം തന്നെയാണ് ഏറ്റവും വലിയ വാല്യുവേഷൻ സറോമയുടെ. അല്ല ശരിക്കും ഇപ്പൊ ഈ പറഞ്ഞപ്പോഴാണ് ഞാനൊരു പോയിന്റ് ശ്രദ്ധിച്ചത്. ഇപ്പൊ മുമ്പേ പറഞ്ഞല്ലോ മനസ്സെറ്റിട്ടാണ് ഫീൽ ഗുഡ് മൂവിക്ക് ഇത്രയും ബഡ്ജറ്റ് വരുന്നു എന്നുള്ളതൊരു എനിക്കൊന്ന് ആൾക്കാർക്ക് അധികം അറിയില്ല. എല്ലാവരും നോക്കുമ്പോൾ അതിനകത്തൊക്കെ ഒരു വലിയ സ്റ്റാർ ഉണ്ടെങ്കിൽ ഒക്കെ അയാളുടെ റെമ്യൂണറേഷൻ വരുന്നത്, ബാക്കിയെല്ലാം നാച്ചുറലി ഹാപ്പനിങ് ആയിരിക്കും ഉള്ള സ്ഥലങ്ങൾ. പക്ഷെ ഇപ്പൊ പറഞ്ഞപ്പോഴാണ് സെറ്റ് VFX അങ്ങനത്തെ സാധനങ്ങൾ. കൊലപാതകവും വില്ലന്മാരെ കൊല്ലലില്ലെങ്കിൽ പടത്തിന് ബഡ്ജറ്റ് അങ്ങനെ വിചാരമുണ്ട്. എവിടുന്നോ വന്നൊരു തോട്ടുണ്ട്. അതെ. പാച്ചു സറോമയുടെ അത്രയും ചിലവായ സിനിമയാണ്. പാച്ചുവിന്റെ ട്രെയിനിന്റെ ബഡ്ജറ്റ് മാത്രം 63 മുതൽ 70 ലക്ഷം രൂപയാണ്. 70 lakhs ആണ് ട്രെയിന് മാത്രം. അതിലത്തെ ബോംബെ ചേരി ഷൂട്ട് ചെയ്യാൻ പെർ ഡേ 10 lakhs ആണ്. അത് അതായത് ഗോവയിലത്തെ ചേരികൾക്ക് വേറെ. അതായത് ആ സമയത്ത് മോസ്റ്റ് സ്പെൻഡ് ഫീൽ ഗുഡ് പടമാണ് പാച്ചു. അപ്പോൾ പക്ഷെ അതിന്റെ എനിക്ക് ഉറപ്പാണ് ആ ക്വാളിറ്റി നിങ്ങൾക്ക് സ്ക്രീനെ കാണാം.
പാച്ചിലൊരിക്കലും നമുക്ക് ഒരു ടിപ്പിക്കൽ ഗോവ പടം പോലെ ബാറുകളോ ബീച്ചോ ബിയറൂപ്പിയോ കാണാൻ പറ്റില്ല. അതിനകത്ത് നമ്മൾ കാണിക്കുന്ന ഗോവ ബസ് സ്റ്റാൻഡും റിയൽ ഗോവയും പഞ്ചിം സിറ്റിയും അല്ലെങ്കിൽ പിന്നെ നമ്മൾ കാണാത്ത കാഴ്ചകളാണ്. ഗോവയ്ക്കകത്ത് അങ്ങനത്തെ ഒരു ചേരി ഉണ്ടെന്ന് പോലും നമുക്ക് അറിയണ്ടായിരുന്നില്ല. ബോംബെയുടെ അകത്തുള്ള റൂട്ട്സ് നമ്മൾ പോയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ പൈസ ആവശ്യമുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇത് നമ്മൾ ചെയ്യുന്നത് തിയേറ്ററിക്കൽ എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ അറിയാതെ സർവമായ പോലും ശരിക്കും തിയേറ്ററിലാണ് ഈ പടം OTT-ൽ ഇത്രയും നന്നായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല. ഇതിൻ്റെ സൗണ്ട് ഡിസൈനും ഇപ്പോൾ സിംഗ് സൗണ്ട് ചെയ്തിട്ടുള്ളതാണ് അനിൽ രാധാകൃഷ്ണൻ എന്നുള്ള ബോളിവുഡിൽ നിന്നുള്ള ആളാണ് ചെയ്തിട്ടുള്ളത്. അയാൾ അവിടുത്തെ ഫേമസ് ആളാണ്. ഉട്ട പച്ച പോലുള്ള വലിയ സിനിമ ചെയ്തിട്ടുള്ളതാണ്. അയാൾ കൊണ്ടുവരുന്നു. രാജീവൻ പോലെയുള്ള ഇന്ത്യ മുഴുവൻ ചെയ്യുന്ന ഒരാൾ വരുന്നു നമുക്ക് വേണ്ടിയിട്ട്. ശരണമലതം പോലത്തെ ക്രാഫ്റ്റുള്ള ആൾ വരുന്നു. ഇവരെല്ലാം ഒത്തുചേർന്നിട്ടുണ്ടാക്കുന്നത് തിയേറ്ററിക്കൽ ഫീലാണ്. അപ്പോൾ എനിക്ക് ഇപ്പോഴും തോന്നില്ല ഈ പടം OTT-ൽ ഇത്രയും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഞാൻ തിയേറ്ററിൽ ഞാൻ കണ്ടപ്പോൾ ഇതിനകത്ത് കുറച്ച് ഈ പറഞ്ഞ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഫീൽ ഗുഡ് ഹൊറർ മൂവിയാണ്. ഭയക്കാത്ത ഒരു ഹൊറർ ഫിലിമാണ്. പക്ഷെ അതിനകത്ത് ചില പീക്കുള്ള മൊമെന്റ്സ് ഉണ്ട്. അത് സൗണ്ടിൽ എക്സ്പീരിയൻസ് നമ്മളൊന്ന് ഷിവർ ചെയ്യും. പക്ഷെ അത് ആ സൗണ്ടിന്റെ ക്വാളിറ്റി, ആ ഒരു മിക്സിങ്ങിന്റെ ഒരു എഫക്റ്റ് ആണ്. അപ്പൊ അത് ഒരു കളക്റ്റീവ്, പിന്നെ ഇത് കളക്റ്റീവായിട്ട് കാണുമ്പോൾ സന്തോഷം. ഇപ്പോൾ നമ്മൾ പണ്ട് ഇപ്പോൾ ചന്ദ്രലേഖയായാലും പഞ്ചാബി കളക്റ്റീവായിട്ട് ഒരു ഹ്യൂമർ എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഭയങ്കര ഫീലാണ്. അത് ഒറ്റയ്ക്ക് ഒരു മുറിയിൽ നിന്ന് കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ അതൊരു എനിക്കൊന്ന് ഇപ്പോഴും സർവമായി കാണുന്നത് തിയേറ്ററിൽ തന്നെയാണ്. ഇപ്പോൾ ഡിറക്ഷനിലേക്ക് വന്നതിന് ശേഷം എപ്പോഴെങ്കിലും അച്ഛൻ്റെ ഒരു സിനിമ എടുത്ത് നമുക്ക് റീമേക്ക് ചെയ്താലോ എന്ന് നിങ്ങൾ തമ്മിൽ കോൺവെർസേഷൻ നടത്തിയിട്ടുണ്ടോ? അനൂപ് ആൻഡ് അഖിൽ സത്യം? ഇല്ല നമുക്ക് എന്നോട്, പക്ഷേ എന്നോട് ലിജോ ജോസ് പെലിശ്ശേരി പറഞ്ഞിട്ടുണ്ട്. പുള്ളിനെ കുറെ പേര് കോൺടാക്ട് ചെയ്യുന്നത് പടം റീമേക്ക് ചെയ്യാം ഹിന്ദിയിൽ, അങ്കമല്ലേറിസും ആമേനൊക്കെ ചെയ്യാം ഹിന്ദിയിൽ. പുള്ളി പറഞ്ഞത് എനിക്കൊരു ഐ ജസ്റ്റ് വാണ്ട് ടു മേക്ക് വൺ ഫിലിം ഇൻ ഹിന്ദി, ദാറ്റ്സ് പിൻഗാമി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാനിടയ്ക്ക് ആലോചിക്കും LJP വിത്ത് പിൻഗാമി ഭയങ്കര മാസമായിരിക്കുമല്ലോ എന്ന് ആലോചിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് റീമേക്ക് പോസിബിലിറ്റി തോന്നിയിട്ടില്ല. പക്ഷേ സീക്വൽ ചെയ്യാൻ തോന്നിയിട്ടുണ്ട്. കളിക്കളത്തിന്റെ ഒരു സീക്വൽ ചെയ്യാൻ തോന്നിയിട്ടുണ്ട്. അപ്പോൾ പക്ഷെ അത് അച്ഛൻ ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അച്ഛൻ്റെ കൂടെ അതിനകത്ത് അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് അച്ഛൻ വിത്ത് മമ്മൂട്ടി, അല്ലെങ്കിൽ ഒരു പുതിയൊരു കള്ളൻ, പുതിയൊരു ഹീറോ. അതെപ്പോഴും ഇപ്പോഴും പോസിബിലിറ്റി. കാരണം പേരറിയാത്തൊരു കള്ളനാണ് കളിക്കളത്തിൽ. അതിപ്പോഴും ഭയങ്കര അച്ഛനെ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ പിൻഗാമി പറയെങ്കിലും അച്ഛൻ്റെ അർത്ഥം എന്നുള്ള സിനിമ ഭയങ്കര മാസ് പടമാണ്. ശരിക്കും പറഞ്ഞാൽ അത് വേറൊരു സോണാണ്. പിൻഗാമിയെ പോലെ തന്നെ ഈക്വലി കൂടെയാണ് അർത്ഥം. അന്ന് ബ്ലോക്ക് ബസ്റ്റർ ആയ സിനിമയാണത്. അപ്പൊ മമ്മൂട്ടീനെ വേറെ രീതിയിൽ കാണിച്ച സിനിമയാണ്. കളിക്കളം പോലും ഒരു സത്യനിക പടമല്ല, അതിനകത്തൊരു പുതിയൊരു സാധനമുണ്ട്. അപ്പോൾ അച്ഛൻ്റെ ആ ഒരു ഫ്ലേവർ ഈ പ്രായത്തിൽ അച്ഛൻ എങ്ങനെ ചെയ്യുന്ന അറിയാൻ എനിക്ക് ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. കളിക്കളമാണെങ്കിൽ അതിലുള്ള എല്ലാ വാതിലും തുറക്കുന്ന സിനിമയാണ്. നമുക്കൊരു ഗേറ്റ് വേ ആണ്. അതെ. അപ്പോൾ സത്യനന്ദിക്കാട് മീറ്റ്സ് ബ്രേക്കിംഗ് ബാഡ് പോലെ ചെയ്യാൻ പറ്റുന്ന സിനിമയാണ്. അപ്പോൾ അതൊക്കെ ആഗ്രഹങ്ങളുണ്ട്. ഞാനും അച്ഛനുണ്ടാക്കുന്ന അനുപുണ്ടാക്കുന്ന എല്ലാം എനിക്ക് തോന്നിയിട്ടുള്ള ഒറിജിനൽ കണ്ടന്റ് ആണ്. ഞങ്ങൾ അങ്ങനെ വേറെ റെഫറൻസ് എടുക്കാറില്ല. ബാക്കിയുള്ള നിങ്ങൾ പറയുന്ന പടങ്ങളെല്ലാം അറ്റ്ലീസ്റ്റ് നമുക്ക് അതിന്റെ മോഡൽ പുറത്ത് കാണാൻ പറ്റും. അതിവിടെ കൊണ്ടുവരുമ്പോൾ ഫ്രഷ്നസ് ആണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. നമ്മളുണ്ടാക്കുന്ന എല്ലാം റിയൽ ലൈഫിൽ നിന്നാണ്. അപ്പോൾ അതിന്റെ ഈ പാറ്റേൺ സെയിം ആണെങ്കിലും അതിനകത്തുള്ള കഥകളെല്ലാം അത് ഭയങ്കര ട്രിക്കിയാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു ഇത്ര ആൾക്കാരെ വേറെ അങ്ങനെ ഒന്നുമില്ലാതെ എൻഗേജ് ചെയ്യിക്കണ്ടേ. അത് റൈറ്റിങ്ങിൽ മാത്രം സംഭവിക്കുന്ന ഒരു മാജിക്കാണ്. അത് അച്ഛനാണത് വൃത്തിയായിട്ട് ചെയ്യുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ ആൾക്കാർ പറയുന്നത് അച്ഛൻ്റെ 2000-ന് ശേഷം പുള്ളി പണ്ടത്തെ 90s ആണ് പ്രൈം ടൈം. മനസ്സിനക്കരെ, വിനോദയാത്ര, ഇന്ത്യൻ പ്രണയകഥ, ഞാൻ പ്രകാശൻ, അച്ചുവിൻ്റെ അമ്മ, ഇതെല്ലാം വന്നത് 2000 ശേഷമാണ്. അപ്പം അത് ഭയങ്കര ലേസി ആയിട്ട് ഫീൽ. ആൾക്കാരുടെ ഭയങ്കര ബ്ലൈൻഡ് ജഡ്ജ്മെന്റ് ആണ്, ഒരു ലേസി ജഡ്ജിങ് ആണത്. ഇയാൾ സ്ഥിരം ഗ്രാമപ്പടം എന്ന് വെച്ചാൽ ഒരു 15 വർഷമായി. അപ്പോൾ ഞാൻ പറഞ്ഞത് കുട്ടികളെ നിങ്ങൾ പുറത്തേക്ക് നോക്കുമോ, വിക്കിപീഡിയ നോക്കൂ എന്ന് പറയാനുള്ളത്. കാരണം ലേസി ജഡ്ജിങ് ആണ്. ഇപ്പം എൻ്റെ പേര് ഇപ്പോൾ വല്ല വേറെ എന്തെങ്കിലും പേരാണെങ്കിൽ ഇപ്പോൾ പ്രഫുൽ കുമാറാണ് എൻ്റെ പേര്, ഒരു ബുദ്ധിമുട്ടുമില്ല. ഈ പറഞ്ഞ നന്മ ബാഗേജ് എനിക്ക് ഉണ്ടാവില്ല. അപ്പം എന്നെ അനുവിനെ ആൾക്കാർ കണക്ട് ചെയ്യുന്നത് 58 പടങ്ങൾ ചെയ്ത ഒരാളായിട്ട്, അത്രയും അതും ഹിറ്റ് പടങ്ങളാണ്. ഇപ്പോൾ 1-2 പടം ചെയ്ത ഡയറക്ടേഴ്സിന് ആൾക്കാർ സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. അച്ഛൻ അതിന്റെ 3 ഇരട്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. എത്രയോ ബ്ലോക്ക് ബസ്റ്റേഴ്സ്. അപ്പോൾ മലയാള സിനിമയുടെ അച്ഛൻ വരുമ്പോൾ മലയാള സിനിമ ബ്ലാക്ക് ആൻഡ് വൈറ്റാ. ആ സിനിമയുടെ കൂടെ വളർന്ന ആളാണ് അച്ഛൻ. ഇപ്പോഴും ഈ വർഷത്തെ ഒരു 100 കോടി സിനിമ അച്ഛൻ്റെയാണ്, ഹൃദയപൂർവ്വം. അത് റയറാണ്. ഇവർക്ക് എനിക്കറിയില്ല, ഈ പറയുന്നവർക്ക് അതിന്റെ എനിക്കൊന്നും പറയാനില്ല. ഇതിൽ എഴുതിയപ്പോ ഈ പറഞ്ഞ പോലെ ഒന്ന് മനസ്സിൽ വിചാരിച്ചിരുന്നു ഇതിനകത്ത് നമുക്കൊരു അന്തിക്കാറ്റ്സ് യൂണിവേഴ്സ് ഇതിനകത്ത് വേണം. കാരണം ഇതിനകത്ത് ഓട്ടോയുടെ പേര് രണ്ടുപേരും സ്റ്റുഡിയോയിൽ സംസാരിക്കുമ്പോൾ വരനെ ആവശ്യമുണ്ട്. അത് ഇഷ്ടമാണ്. ആക്ച്വലി ഓട്ടോ സീനിൽ അതിനൊരു റീസൺ ഉണ്ട്. ആ സീൻ കട്ടായി പോയി. ഓട്ടോക്കാരന്റെ ഒരു കഥയുണ്ട്, അത് ഹൃദയമായിട്ട് ബന്ധപ്പെട്ടതാണ്. അത് ഒരു എനിക്കിഷ്ടമുള്ള സീനായിരുന്നു, പക്ഷെ അത് ലെങ്ത് കാരണം കട്ടായി പോയി. അതുകൊണ്ടാണ് അവന് ആ ഓട്ടോക്ക് അവൻ ആ പേര് വെക്കാൻ നെക്സ്റ്റ് ഒരു സീൻ കട്ടായി പോയി. അതിൽ അവന്റെ സ്റ്റോറിയിലാണ് അത് പേര് കിട്ടുന്നത്. പക്ഷെ അത് മേ ബി അത് ഇനി റിലീസ് ചെയ്യാൻ പറ്റുമായിരിക്കും. ഓൾറെഡി
അഖിൽ ബ്രോ തന്നെ പറഞ്ഞു ഐ എം എ നെറ്റ് പോക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഇൻഡസ്ട്രിയിലേക്ക് വന്ന് കുറെ പേരെ അറിയാം, ഇൻഡസ്ട്രിയിലുള്ളവരെ തന്നെ അറിയാം. ചുമ്മാ ജസ്റ്റ് ഫോർ ക്യൂരിയോസിറ്റി ചോദിച്ചത്, ഒരു ഫേവറേറ്റ് നെറ്റ് പോക്കറ്റ് ആളാണ് ഇൻഡസ്ട്രിയിൽ? ഫഹദ് ഫാസിൽ ആണ്. കാരണം ഫഹദ് അഭിനയിച്ചില്ലായിരുന്നെങ്കിൽ അങ്ങനത്തെ ആക്ടർ നമുക്ക് കിട്ടില്ലായിരുന്നല്ലോ. മനസ്സിലായി. ആസ് എൻ ആക്ടർ ഫഹദ് ഒരു വിത്തൗട്ട് ഡൗട്ട് ഒരു അതിഭീകര പെർഫോമറാണ്. അത് അച്ഛൻ്റെ ഒരു ഫേവറേറ്റ് ആക്ടറാണ്. പിന്നെ ഇത് ആക്ച്വലി എല്ലാം ഒരു സിനിമയുടെ കാര്യമാണ്, ഒറ്റ സിനിമയാണ്. ആക്ടേഴ്സിന് പിന്നെയും പോട്ടെ, ഡയറക്ടേഴ്സിന് എന്നുള്ള ഞാൻ പറയേണ്ടത് 5 മിനിറ്റാണ് നമ്മുടെ ലക്ഷറി. 5 മിനിറ്റ്സ് ഞാൻ ഇന്നയാളുടെ മകനാണ്, അപ്പോൾ അവർ ഇരിക്കാൻ പറയും. ഇപ്പൊ ദുൽഖർ ആണെങ്കിലും ഫഹദ് ആണെങ്കിലും നിവിനാണെങ്കിലും ഇരിക്കാൻ പറയും. ആ ഇരിക്കാൻ പറയുന്നതാണ് നമ്മുടെ മാക്സിമം പ്രിവിലേജ്. പിന്നെ അവർക്ക് ദേ ഡോണ്ട് കെയർ അബൌട്ട് എനിത്തിങ്. നിങ്ങൾ ആരെ പറയുമ്പോൾ അവർ നോക്കുന്നത് അവരുടെ കരിയറാണ്. ഇയാൾ പറയുമ്പോൾ കഥ അവരെ ഹെൽപ്പ് ചെയ്യുന്നത് മാത്രമേ നോക്കുന്നുള്ളൂ. അയാളുടെ ആരുടെ അതൊന്നും മാറ്റർ സെക്കൻഡറി ആണ്. അപ്പൊ 6th മിനിറ്റ് മുതൽ നമ്മൾ മാത്രമേ ഉള്ളൂ അവിടെ, ആ മുറിയിൽ നമ്മൾ മാത്രമേ ഉള്ളൂ. അവിടെ നമ്മളുടെ അകത്തുള്ള കൺവിക്ഷനും ക്ലാരിറ്റിയാണ് പിന്നെ അങ്ങോട്ട് മുന്നോട്ട് വന്നത്. അതുകൊണ്ട് ഈ സിനിമ ഭയങ്കര അസൂയുള്ളൊരു തോന്നിയില്ല. കാരണം ആൾക്കാർ ഒരു ഓട്ടോക്കാരൻ്റെ മകൻ ഓട്ടോക്കാരനായ ആർക്കും കുഴപ്പമില്ല, ഒരു ഡോക്ടറുടെ മകൻ ഡോക്ടറായ ആർക്കും കുഴപ്പമില്ല. എന്നാൽ സിനിമക്കാരായ അവർക്ക് ബുദ്ധിമുട്ടാണ്. നമ്മൾ ജനിക്കുമ്പോൾ കാണുന്ന ഒരു മേഖല നമുക്ക് നാച്ചുറലി നമ്മൾ അട്രാക്ട് ചെയ്യും. അപ്പോൾ പക്ഷെ അത് പുറമെ ആൾക്കാർക്ക് കയറാൻ പറ്റത്തുള്ള ഭയങ്കരമാണ് പ്രശ്നം. ഞാൻ കുറേ പേര് എന്നോട് കഴിവുള്ള പുറത്ത് വെക്കുമ്പോൾ നിങ്ങൾ ഞാൻ താൻ വാ ഒരു കഥ പറയാം, നമ്മൾ തല്ലിപ്പുള്ളി കഥ പറയുന്നവരുണ്ട്, ബോംബ് കഥ പറയുന്നവരുണ്ട്. അപ്പോൾ ഇതാണ് അവരുടെ കഴിവ്. നേരെ വെച്ച് ഇല്ലാത്തവരുണ്ട്. ഞാൻ മൊത്തം പറയില്ല. ഒരു ബ്ലൈൻഡ് ആയിട്ട് അടച്ചാക്ഷേപിക്കുന്നവർക്ക് വിളിച്ചു വരുത്തി ഒരു കഥ പറയാൻ പറഞ്ഞാൽ മണ്ടൻ കഥ പറയുന്നവരുണ്ട്. അപ്പോൾ ഫഹദ് ഫാസിലിനെ കുറ്റം പറയുന്നവർക്ക് ഒരു സീൻ ചെയ്യാൻ പറഞ്ഞാൽ ചെയ്യാൻ പറ്റില്ല. മനസ്സിലായി. അപ്പോൾ ടാലന്റ് വേറെ ഒരു ഐറ്റമാണ് അത്. ഞാൻ എനിക്ക് എൻ്റെ കാര്യം പറയില്ല കേട്ടോ. ഇപ്പോൾ ഞാൻ നെപ്പോക്കിനെ അടച്ച് സപ്പോർട്ട് ചെയ്യല്ല ഒരു ഞാൻ. പക്ഷെ വേറൊരു സത്യം പറയട്ടെ, അതായത് ഇപ്പോഴത്തെ കാലത്ത് ആർക്ക് വേണമെങ്കിലും തരവാം, അതിനുള്ള ടെക്നോളജി സപ്പോർട്ടീവ് ആയി. ഇപ്പൊ നമുക്ക് യൂട്യൂബും റീൽസൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് നിങ്ങൾ മെനക്കെട്ടാൽ മാത്രം മതി. ആ മെനക്കടലില്ലാതെ അതാണ് നമുക്ക് കിട്ടിയിരുന്നത്. മെനക്കെടാൻ തയ്യാറാവാതെ ചാൻസ് തന്നില്ല എന്ന് പരാതി പറയുന്ന ആൾക്ക് ഞാൻ പറയാം, നിങ്ങളൊരു 5 മിനിറ്റ്സ് നിങ്ങൾ ഉണ്ടാക്കൂ. ഓക്കെ, ഇതിലെന്താണ് എഡിറ്റിംഗ് ഞാൻ ചെയ്താൽ മതി, ട്രെയിലർ എഡിറ്റിംഗ് ഞാൻ ചെയ്താൽ മതി എന്ന് തീരുമാനിക്കാം. പ്രധാന സീൻ വല്ലതും വിട്ടുപോയാൽ അല്ല, അത് എനിക്ക് എഡിറ്റിംഗ് ഒരു സിനിമ ഫിനിഷ് ആവുന്ന എഡിറ്റിംഗിലാണ്. കാരണം എല്ലാവർക്കും എനിക്കറിയില്ല വർക്ക് സ്റ്റൈൽ. എനിക്ക് റൈറ്റിംഗ്, ഡയറക്ഷൻ അത് ഫിനിഷ് ആവുന്ന എഡിറ്റിംഗിലാണ്. എഡിറ്റിംഗ് ഒരു സിനിമ ഉണ്ടാവുന്നത്. അതെ. അപ്പൊ ഞാൻ എഴുതുന്ന പോലും എഡിറ്റ് മനസ്സിച്ചിട്ടുള്ളതാണ്. ഇവിടെ കട്ട് വരും എനിക്കറിയാം. ഇപ്പൊ ബണ്ണും ജാറും അവിടെ കട്ട് വരണം, ആ ഷോട്ട് ഏതാണെന്നുള്ള ക്ലാരിറ്റിയിൽ എഴുതുന്നത് പോലും അത് വേറെ ഒരാൾ എഡിറ്റ് ചെയ്താൽ ഞാൻ ഹാപ്പി ആയിരിക്കില്ല. കാരണം എന്റെ പ്രൊഡക്റ്റ് ആണത്, അത് എനിക്ക് തന്നെ ചെയ്യേണ്ടതാണ്. അപ്പൊ അത് ഞാൻ പറഞ്ഞത്, അത് എഡിറ്റിംഗ് എനിക്ക് ഈ പടത്തില് രതിൻ എന്ന് പറയുന്ന നമ്മുടെ ഫ്രണ്ട് കൂടി അതിനകത്ത് കോഡിറ്റർ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. കാരണം നമുക്ക് ലോഡ് കുറയ്ക്കാനും പിന്നെ അയാളുടെ ഇൻപുട്ട് കൂടി യൂസ് ചെയ്തിട്ടുണ്ട് അതിനകത്ത്. അപ്പൊ ഞങ്ങൾ ചെയ്തിട്ടുള്ളത് പാച്ചുവിന്റെ ലെങ്ത് ഒരു ഭീഷണിയായിരുന്നു എല്ലാ തിയേറ്റേഴ്സിനും. അതുകൊണ്ട് തിയേറ്റർ ഷോസിന് ഇപ്പോഴും ഇത്രയും കളക്ഷൻ വരാൻ കാരണം 2.5 മണിക്കൂർ താഴെയതുകൊണ്ടാണ് സിനിമ. അത് ഭയങ്കര മാറ്ററാണ്. പുതിയൊരു ബിസിനസ് ഡിസൈനിൽ 2.5 hours താഴെയാണെങ്കിൽ കുറച്ചുകൂടി ഷോസ് കൂടാൻ പറ്റും. അങ്ങനെയുണ്ട്. അപ്പൊ നമുക്ക് രാത്രി ഷോസ് എല്ലാം ഇപ്പോൾ മിഡ് നൈറ്റ് ഷോസ് ഒക്കെ നടക്കുന്നുണ്ട് ബാക്ക് ടു ബാക്ക്. അത് ചെയ്യാൻ വൺ ഓഫ് ദ റീസൺ എന്നുള്ളത് ലെങ്ത് കുറവായതുകൊണ്ടാണ്. 2.5 മണിക്കൂർ താഴെ. അതെ. അപ്പൊ അതാണ് ഞാൻ അലേർട്ട് ആയിട്ടുള്ളൂ. അതുകൊണ്ട് രതിനും പറയും ഇത്രയും ക്രൂരാവല്ലെന്ന് പറയും. ഞാൻ കണ്ണടച്ച് കുറെ രസമുള്ള സീൻസ് പോയിട്ടുണ്ട് ഇപ്പോഴത്തെ. എനിക്ക് അജുവിന്റെ ഒരു ഫേവറേറ്റ് സീൻ പോയിട്ടുണ്ട്. അജു നീവിന്റെ ഭയങ്കര രസമുള്ള പെർഫോമൻസ് ഇതിനകത്ത് പോയിട്ടുണ്ട്. പക്ഷെ പിന്നെ ഇറക്കാൻ ആഗ്രഹമുണ്ട്. അതായത് ഹിറ്റ് കോംബോസ് അച്ഛൻ്റെ പിന്നീട് നമ്മൾ ഡയറക്ഷനിലേക്ക് ഇറങ്ങി കഴിയുമ്പോൾ പിന്നെ നമ്മൾ കാണുന്ന സിനിമകളുടെ ഒക്കെ പെർസ്പെക്റ്റീവ് നമുക്ക് മാറും. അല്ലെങ്കിൽ നമ്മളൊരു സിനിമ കാണുന്നു, നമ്മൾ വൺസ് ഫിലിം മേക്കിംഗ് ഒരു പാഷനായി മാറുമ്പോഴത്തേക്ക് പിന്നെ കാണുമ്പോൾ നമ്മളത് സ്ക്രൂട്ടനൈസ് ചെയ്യാൻ തുടങ്ങും. ഷോർട്ട് എപ്പോഴെങ്കിലും ദാസിനെയും വിജയനെയും നമുക്ക് ഒരുമിച്ച് കൊണ്ടുവരണം, അങ്ങനെ ഒരു തോട്ട് വന്നിട്ടുണ്ടോ? അച്ഛൻ പോലും ദാസ് വിജയൻ, അത് ഇവരുടെ ലാൽ സാറിന്റെയും ശ്രീരംഗിലും ഇപ്പോൾ പറ്റില്ല. ഒരു പ്രായം നമ്മുടെ മനസ്സിലത്തെ ഒരു ഫേസ് ഉണ്ട്, ആ ഫേസിനെ ഡിസ്റ്റർബ് ചെയ്യാതിരിക്കാൻ മാത്രമാണ് ചെയ്യേണ്ടത്. നമ്മളത് അതാണ് അതുപോലും പിന്നെ ഒരു സീക്വൽ ഉണ്ടാക്കാത്തത്. എനിക്ക് പക്ഷെ ആ കോംബോയുടെ മാജിക് യൂസ് ചെയ്യാൻ താല്പര്യമുണ്ട്. ഇതിലിപ്പോ നിവിൻ അജുവിൽ ഞാനത് എക്സ്പീരിയൻസ് ലൈഫിൽ ആദ്യമായിട്ട് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തു. ഒരു കോംബോ വർക്ക് ചെയ്യുന്ന കൺമുന്നിൽ. ഞാൻ അച്ഛൻ്റെ കൂടെ വർക്ക് ചെയ്ത പടങ്ങളിലും അങ്ങനെ കോംബോ ഉണ്ടായിട്ടില്ല. എല്ലാം ഇപ്പോൾ ഇന്ത്യൻ പ്രണയതായാലും എല്ലാം ഹീറോ ഡ്രിവൺ ആണ്. 2 മെയിൽ ആക്ടേഴ്സ് നമ്മളെ കോംബോ ആദ്യമായിട്ട് റാപ്പോ കാണുന്നത് അജു നിവിനിലാണ്. ഇവരെ വെച്ചൊരു സിനിമ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഈ അജു നിവിൻ്റെ കാരണം നിങ്ങൾ നോക്കുകയാണെങ്കിൽ സറോമായിൽ അവരെ മുൻ മാതൃകൾ അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല. കാരണം 2 നമ്പൂതിരിമാരെ നമ്മളിങ്ങനെ കണ്ടിട്ടില്ല. അജു നിവിൻ്റെ കുറേ പുറകെയുള്ള പടങ്ങളുടെ ഫ്ലേവർ കട്ട് ചെയ്യാൻ പറ്റിയതുകൊണ്ട്. അപ്പോൾ പക്ഷെ എനിക്ക് ഇപ്പോൾ വടക്കൻ സെൽഫി ആയാലും അല്ലെങ്കിൽ ഈ പറയുന്ന പടങ്ങളിലൊക്കെ ഒരു കുഞ്ഞ് ഫ്ലേവർ, ഒരു കുട്ടിത്തുണ്ട് രണ്ടുപേർക്കും. അതെ. അപ്പോൾ സറോമയിൽ അത് ബ്രേക്ക് ചെയ്തു, ലുക്സ് വെച്ചിട്ടും പ്രീമിയസ് വെച്ചിട്ടും. പക്ഷെ ഇവരുടെ നോർമൽ സോണിൽ പടം ചെയ്യാൻ ആഗ്രഹമുണ്ട്. ഒരു
അതിനകത്ത് നമുക്ക് എൻ്റെതായ എന്തെങ്കിലും ഇൻപുട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഞാൻ അൽത്താഫായിട്ട് സിനിമ ആലോചിക്കുന്നുണ്ട്. അൽത്താഫും കോറേറ്റ് എന്ന സിനിമ. ശരി. അത് നിവിനും അജുവും അൽത്താഫും ഉള്ള സിനിമ ആലോചിക്കുന്നുണ്ട്. എപ്പോഴത്തേക്ക് അടുത്ത സിനിമയായിട്ടാണ്. അടുത്ത സിനിമ. ശരി. എനിക്കൊന്ന് അനൂപേട്ടനും റൈറ്റിംഗിലാണെന്ന്. അനൂപ് എഴുത്തിലാണ്. അതെ അതെ അതെ, അതും പുറകെ വരുന്നുണ്ട്. ഇപ്പൊ റിയ ഇന്റർവ്യൂവിൽ പറയുന്നുണ്ടായിരുന്നു, അതായത് ശരിക്കും അഖില് ഭയങ്കര ഫ്രീഡം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ജസ്റ്റ് ബി യുവർ സെൽഫ്. ഈവൻ ഡ്രസ്സ് പോലും കോസ്റ്റ്യൂം ഡിസൈനർ ഈ ഡ്രസ്സ് ഇടണോ, ഇട്ടോ, ഇഷ്ടമുള്ള ഡ്രസ്സ് ഇട്ടോ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഒരു സ്ക്രിപ്റ്റ് എഴുതി, ഒരു സീൻ എഴുതിയിരിക്കട്ടെ, ആ സീൻ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് പൊതുവെ എങ്ങനെയാണ് എല്ലാവരുടെ അടുത്തും ഈ പറയുന്ന പോലെ ഓക്കെ ഒരു ഫ്രീ ഹാൻഡ് ആണോ, അല്ലെങ്കിൽ എന്താ പറയാ, എനിക്ക് ഓക്കെ ഈ ലൈൻ, ഈ ഒരു ബോർഡർ ലൈൻ കഴിഞ്ഞാൽ ദെൻ ഇറ്റ്സ് മൈ ഇത്? അതെ അതെ, അത് ഞാൻ സൂക്ഷിക്കാറുണ്ട്. ഇപ്പൊ നമുക്ക് എത്ര ഫ്രീഡം കൊടുത്താലും നമ്മുടെ സോൺ പുറത്തു പോകാൻ പാടില്ല. റിയ പറയുന്നത്, ഞാനിപ്പോൾ ഡൽഹിയിൽ ഞാൻ പ്രേതങ്ങളുടെ കോസ്റ്റ്യൂം ഇപ്പോൾ എല്ലാ പടങ്ങളിലും ഭയങ്കര ടിപ്പിക്കൽ കോസ്റ്റ്യൂം ആണെങ്കിൽ എനിക്ക് ആക്ച്വലി എനിക്ക് ടീഷർട്ടുള്ള കുട്ടികളെ ഭയങ്കര ഇഷ്ടമാണ്. അതായത് പെൺകുട്ടികൾ കംഫർട്ടബിൾ ആയിട്ട് ഡ്രസ്സ് ചെയ്യുമ്പോൾ അവർക്കുള്ള സൗകര്യം ആലോചിച്ചു. ഒരു വലിയ ടീഷർട്ട് ഇട്ട് ഷോർട്സ് ഇടുന്ന കുട്ടികളുടെ സൗകര്യം, അപ്പൊ അങ്ങനത്തെ ഒരു പ്രേതം വന്നാൽ എങ്ങനെ ഉണ്ടാവുന്നുള്ളതാണ്. അപ്പൊ ഡൽഹിയിൽ 90% ഡൽഹിയിൽ ഇട്ടിരിക്കുന്നത് അത് സ്ക്രിപ്റ്റഡ് ആണ് ആക്ച്വലി. അതിന് എഴുതിയിട്ടുള്ളത് റൗണ്ട് നെക്ക് സൈസ് പ്ലസ് സൈസ് ടീഷർട്ടുള്ള പ്രേതം, അതാണ് എഴുതിയിട്ടുള്ളത്. അപ്പൊ ആ ബ്രീഫ് നമ്മൾ ഫോളോ ചെയ്തിട്ടുള്ളത്. അതിലിപ്പോ സമീറ സനീഷ് ആണെങ്കിലും പുള്ളിക്കാരി അതിനകത്ത് ബ്യൂട്ടി കൊണ്ടുവന്നു. റിയനെ ഏറ്റവും ഭംഗിയായിട്ട് കാണിച്ചു സമീറ ചേച്ചി. അപ്പോൾ എന്നാൽ ചില സോങ്ങുകളിൽ നമ്മൾ റിയ ആക്ച്വലി എല്ലാ കോസ്റ്റ്യൂമും ഭംഗിയുള്ളതാണ്. അപ്പോൾ സാരി കൊടുത്തിട്ടുണ്ട്. സാരി കൊടുക്കാൻ വേണ്ടി കൊടുത്തതാണ്. റിയക്ക് അത് ഭംഗിയുള്ളതുകൊണ്ട് കൊടുത്തിട്ടുള്ളതാണ്. അതുപോലെ പാട്ടുകളിൽ റിയ ചുരിദാർ ഇടുന്നുണ്ട്, കുർത്തി ഇടുന്നുണ്ട്. അപ്പോൾ ആ ഫ്രീഡം കൊടുക്കുന്നുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നു ചില ഏരിയകളിൽ ഇപ്പോൾ ക്ലൈമാക്സിൽ ലാസ്റ്റ് റിയ അവസാനം പറഞ്ഞ ഡയലോഗ് ഉണ്ട്, അത് പറഞ്ഞാണ് റിയ നിർത്തുന്നത്. അത് കുറെ ടേക്ക് പോയിട്ടുണ്ട്. കാരണം അത് എനിക്ക് ഭയങ്കര ക്ലിയർ ആയിരുന്നു. എഴുതുമ്പോൾ മിനിമലാണ് അതിന്, അത് വേറെ വാചക കസർത്തില്ല, ഒരു വാക്ക് പോലും മാറാൻ പറ്റില്ല. അത് മാത്രം ഞാൻ ആക്ച്വലി കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ട് പോയിട്ടുള്ളത്. അത് റിവീലിംഗ് സീൻ. അതെ, റിവീലിംഗ് സീൻ. അത് ബാക്കിയെല്ലാം റിയയുടെ ഫ്രീഡം ഉണ്ട്. റിയക്ക് എന്നാൽ കണ്ടന്റ് പോകാനും പറ്റും. ചില വാക്കുകൾ നമുക്ക് മാറാൻ പാടില്ല, കാരണം അത് മാറിക്കഴിഞ്ഞാൽ അടുത്ത വാക്കിനെ ബാധിക്കും. മനസ്സിലായി. ബാക്കിയെല്ലാം റിയ സേവ കളിക്കുന്ന പോലെ 6 അടിച്ച് തോന്നുന്ന പോലെ, പക്ഷെ റൺസ് കയറിയാൽ മതി. അല്ല, അജു ഇപ്പൊ നിവിൻ ഒരിടത്ത് പറയുന്ന കേട്ടോ, അജു ഇങ്ങനെ 2-3 ഓപ്ഷൻ ഇങ്ങനെ 4 ഓപ്ഷൻ ഒക്കെ തരും. ഞാൻ അജുവിനോട് ആദ്യമായിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോ അജു എന്നുള്ള ആക്ടർ എനിക്ക് അറിയില്ല, ഇയാൾ അങ്ങനെ ചെയ്യുന്ന എനിക്ക് അറിയില്ല. അപ്പോ ഞാൻ ആക്ച്വലി പറഞ്ഞ വാക്കാണ് ഇന്ന് ഹരിഹരൻ സാർ എന്നെ വിളിച്ച് പറഞ്ഞത്, ഡയറക്ടർ ഹരിഹരൻ സാർ. ഞാൻ അജുനെ പറ്റി പറഞ്ഞിട്ടുള്ളതാണ്. അത് എനിക്ക് വേണുകളിൽ ഫീൽ ചെയ്തു. സാധാരണ അജുന് ഇന്നസെന്റുള്ള ഫ്ലേവർ ആണുള്ളത്, പക്ഷേ ഈ പടത്തിൽ അജു ചെയ്യുമ്പോൾ എനിക്ക് വേണുകളിൽ മിസ് ചെയ്തു. ഇന്ന് സാറ് പറഞ്ഞത് അവൻ നെടുമുടി വേണുവിന്റെ റീപ്ലേസ്മെന്റ് ആണെന്ന് പറഞ്ഞു. അത് അതെ അതെ. ഇപ്പൊ ആൾക്കാർ കേൾക്കുമ്പോൾ ആൾക്കാർ കമ്പയർ ചെയ്യുന്നതെല്ലാം പഴയ അജു ആണ്. പഴയ അജു അല്ല, പുതിയ അജു എന്നുള്ളത് ടോട്ടലി അയാൾ ആക്ച്വലി ആപ്പ് അപ്ഡേറ്റ് ചെയ്തു. അതായത് ഇനി മലയാള സിനിമ കാണാൻ പോകുന്ന ഏറ്റവും നല്ല ആക്ടറിൽ ഒരാൾ അജു വർഗീസ് ആണ്. അത് വിത്തൗട്ട് ഡൗട്ട് എനിക്ക് പറയാം. അത് അതെ അതെ, നമ്മൾ നേരിട്ട് കണ്ടുകൊണ്ടാണ്. കാരണം അയാൾ കൊടുക്കുന്ന നമുക്കൊരു സ്വപ്നമാണ് ഒരു ആക്ടറിന് തരുന്നത്. ഏത് രീതിയിലും ഒരു ഈഗോയില്ലാതെ. ഇപ്പൊ അജുവിനകത്ത് എന്നാൽ ഫിസിക്കലി സ്ട്രെയിൻ ആയിട്ടുള്ള പോലും ഇപ്പോൾ കുളത്തിലുള്ള കുറെ സീനുണ്ട് ഷർട്ട് ഇടാതെ. അജു ഒരു ഫുൾ രാത്രി കുളത്തിൽ മുങ്ങിടുക്കായിരുന്നു മഞ്ഞത്ത്. അടുത്ത ദിവസം പനിയാണ്, എന്നിട്ടും അയാൾ അഭിനയിക്കാൻ വരാണ്. അപ്പോൾ അത്രയും ആർത്തിയോടെ സിനിമയെ കാണുന്ന ഒരു ആക്ടർ, ബെറ്റർ ആവാൻ വേണ്ടി മാത്രം ഏതറ്റവരെയും പോകാൻ സാധിക്കുന്ന ഒരു ആക്ടർ. നിവിൻ്റെ ഒരു ക്വാളിറ്റി, നിവിൻ അജു വന്നു കഴിഞ്ഞാൽ നിവിൻ ബാക്ക് സൈഡാണ്, നിവിൻ വിട്ടുകൊടുക്കുകയാണ്. അതൊരു ഭയങ്കര റയർ ക്വാളിറ്റിയാണ്. ആസ് എ ഫ്രണ്ട് നിവിൻ അജുനോട് ഭയങ്കര സ്നേഹമാണ്. അപ്പോൾ ഒരു ആക്ടറെ തിമർത്തി വിടാൻ അനുവദിച്ചിട്ട് പുറകെ നിൽക്കുന്ന ഒരു സൂപ്പർ സ്റ്റാറിനെ കാണാണ്. റിയയുടെ കേസിലും എനിക്ക് ആക്ച്വലി എല്ലാവരും റിയനെ പറ്റി പ്രകടിപ്പിക്കുന്ന ഞാൻ ഭയങ്കര റിയ എനിക്ക് എൻ്റെ വീട്ടിലെ കുട്ടി പോലെയാണ്. അപ്പോൾ പക്ഷേ ഞാനപ്പോൾ ആൾക്കാർ പറയാതെ പോകുന്ന കാര്യം, നിവിൻ കൊടുത്ത സ്റ്റേജാണ് റിയ നിൽക്കുന്ന പൊസിഷൻ. എനിക്കറിയാതെ, കാരണം എല്ലാ സീനിലും നിവിൻ ഉണ്ട് റിയയുടെ കൂടെ. റിയക്ക് തനിച്ച സീൻസ് ഇല്ല അതിനകത്ത്. നിവിൻ കെട്ടി പടുക്കിയിട്ടുള്ള ഒരു പ്രീമേസിലാണ് റിയ നിൽക്കുന്നത്. റിയനെ കംഫർട്ടാക്കാൻ നിവിൻ ചെയ്തിട്ടുള്ളത്. ഞാനും നിവിനും ഞങ്ങൾ ഒരു സീൻ ചെയ്യുമ്പോൾ റിയ ഭയങ്കര ഹൈലി ക്രിയേറ്റീവ് ആണ്, അതുപോലെ ഹൈലി സെൻസിറ്റീവ് ആണ്. നമ്മൾ കാണുന്ന ഫൺ കുട്ടിയെ ആണെങ്കിൽ പോലും ഒന്ന് ഡൗൺ ആയി കഴിഞ്ഞാൽ ഡൗൺ ആവുന്ന കുട്ടിയാണ്. കാരണം അത്രയും ക്രിയേറ്റീവ് ആയ ആൾക്കാരുടെ ഒരു സെൻസിറ്റീവ് ബ്രെയിൻ ആണത്. അതുകൊണ്ട് നിവിൻ റിയനെ ട്രീറ്റ് ചെയ്ത രീതി, സ്പേസും കാര്യങ്ങളും. ക്ലൈമാക്സിൽ ഒരു കാർ സീൻ ഉണ്ട്, റിയയുടെ ഒരു ആർഗ്യുമെന്റ് സീൻ ഉണ്ട്. അത് എനിക്ക് ആക്ച്വലി ദ മാരേജ് സ്റ്റോറി എന്നുള്ള സിനിമ ഭയങ്കര ഇഷ്ടമാണ്. ദ മാരേജ് സ്റ്റോറി എന്നുള്ളത് സ്കാർലെറ്റ് ജോൺസന്റെ സിനിമ. അപ്പൊ അതിനകത്ത് ഒരു ഫൈറ്റ് സീനാണത്. ശരിക്കും പറഞ്ഞാൽ ഒരു തീപ്പൊരി പറഞ്ഞ അടി പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. വാക്കുകൾ മാത്രമാണ് ഒരു ഹസ്ബൻഡ് വഴി സംസാരിക്കുന്നത്. അതെ അതെ. അപ്പോൾ ആ സിനിമ എനിക്ക് ഭയങ്കര ഫേവറേറ്റ് സിനിമയാണ്. അപ്പോൾ അതാണ് അതിന്റെ റെഫറൻസ് മോഡൽ.
അപ്പോൾ അത് അങ്ങനെ പിന്നെ ഈ സീൻ എഴുതി കഴിഞ്ഞിട്ട് നിവിനും ഞാനും റിയയും കൂടി ഒരു മുറിക്കകത്തിരുന്നിട്ട് ഫുൾ ക്രൂ വെയിറ്റ് ചെയ്യണം അകത്ത്. ഞങ്ങളൊരു അപ്പുറത്തൊരു മുറിക്കകത്ത് നിന്നിട്ട് സംസാരിക്കുകയാണ്. അപ്പം നിവിൻ, ഞാൻ കാണും നിവിൻ ഒരു ആക്ടർ ഒക്കെ മറന്നിട്ട് എൻ്റെ ഒരു കോ ഡയറക്ടർ പോലും നിവിൻ ചെയ്യുന്നത്. അപ്പോൾ ആക്ടറിന് അപ്പുറത്തേക്ക് ട്രാവൽ ചെയ്തൊരു കോ ഡയറക്ടറായി മാറി നിവിൻ. റിയനെ ചെയ്ത് നമുക്ക് റിയ ഒരു ഭയങ്കര ഒരു നമുക്ക് മോൾ ചെയ്യാൻ പറ്റുന്ന ഒരാളാണ്. അപ്പോൾ റിയ ആ സോണിൽ എത്തി എന്ന് മനസ്സിലായപ്പോഴാണ് നമ്മൾ അകത്ത് പോകുന്നത്. പിന്നെ തുറന്ന് റെഡിയാണ്. പിന്നീട് ഈ തമാശ കളിക്കുന്നത്. ഈ തമാശ കളിക്കുന്നതിന്റെ പുറകിലുള്ള അധ്വാനം കാണുന്നില്ല. നമ്മൾ ഉരുകിയിട്ടാണ് പിന്നെ വരുന്നത്. പിന്നെ നമ്മൾ ഒരു വെൽ ഏൺഡ് വെക്കേഷൻ ആണ് ഈ തമാശ. അതിന്റെ പുറകിൽ നമ്മൾ അധ്വാനമുണ്ട്. പിന്നെ അത്രയും ട്രെയിൻ ആണെങ്കിൽ പിന്നെ ചില തമാശകൾ വന്നാലും വി ആർ ഇൻ ദാറ്റ് ക്യാരക്ടറിലുണ്ട്. നമ്മള് ക്യാമറ ഓൺ ആകുമ്പോഴത്തേക്കും നമുക്കത് എടുക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ കുറച്ച് പറഞ്ഞു കേട്ടിട്ടുണ്ട്. നല്ല ഹോംവർക്ക് ഉണ്ടെങ്കിൽ പിന്നെ ഷോട്ടിന്റെ സമയത്ത് എന്ത് ഡിസ്റ്റർബൻസസ് എവിടെങ്കിലൊക്കെ വന്നാലും സീനിൽ അത് ബാധിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിലിപ്പോ ഒരുപാട് കൈയടിച്ച സീൻസ് ഉണ്ട്. ഇപ്പൊ തിയേറ്ററിൽ ഭയങ്കര കൈയടിക്കുന്ന സീൻ ഒന്ന് ഞാൻ ബണ്ണും ചാറ സീൻ, പിന്നെ സ്പോയിലർ ആയിട്ട് പിന്നെ പറയുന്നില്ല, കുറെ സീൻസ് ഉണ്ട്. പക്ഷെ സെറ്റിൽ ആസ് എ ഡയറക്ടർ അഖിൽ സത്യൻ എണീറ്റ് നിന്ന് കൈയടിച്ച ഷോട്ട് ഏതാണ്? പൊളിച്ച് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ നോക്കുന്നത്. നിവിൻ ആക്ച്വലി മ്യൂസിക് ഇസ് മൈ ഓൺലി ലവ് എന്ന് പറയുന്നുണ്ട്. അതെനിക്ക് ഇഷ്ടമാണ്. അതുപോലെ ഈ ഒരു ക്യാമിയോ ഉണ്ട്, ഫ്ലൈറ്റിനകത്തൊരു ക്യാമിയോ ഉണ്ട്. അതിൽ നിവിന്റെ ഒരു അത് സിംഗിൾ ടേക്ക് ആണ്. സാധാരണ എനിക്ക് സിംഗ് സൗണ്ട് ഒക്കെ എനിക്ക് ഞാൻ കെയർഫുൾ ആണ്. ടെക്നിക്കലി ഓക്കെ ആണോ, ഞാൻ പെട്ടെന്ന് സിംഗിൾ ടേക്ക് ഓക്കെ പറയാറില്ല. ഞാനിപ്പോൾ സൗണ്ട് ഓക്കെ ഒക്കെ ചെക്ക് ചെയ്യും. ഇതിന് പക്ഷേ ഒറ്റ ടേക്കുള്ളൂ. നമ്മളാകെ ആ ടേക്ക് ഞാൻ ചിരിച്ച് മറിഞ്ഞ്, അത് വേറെ ടേക്ക് നമുക്കില്ല. അത് ആ ഒറ്റ തോണ്ടലിൽ എനിക്ക് പഴയ നിവിൻ പോളിനെ കണ്ട്. നിവിൻ ആക്ച്വലി ഈ പറഞ്ഞ പോലെ ആ കുട്ടിത്വമാണ് നിവിൻ്റെ. അത് എനിക്ക് അങ്ങനെ എനിക്ക് ലാൽ സാർ കഴിഞ്ഞിട്ട് അത് കണ്ട നിവിനിൽ മാത്രമേ ഉള്ളൂ. വിത്തൗട്ട് ഡൗട്ട് പറയാം. വേറെ മോഹൻലാൽ കഴിഞ്ഞിട്ട് അങ്ങനെ ഹ്യൂമർ ചെയ്യാൻ നിവിൻ മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഒരു ക്യാരക്ടറിന്റെ ഒരു ബാക്ക് സ്റ്റോറി പറഞ്ഞു വെളുപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി പാടാണ്. ഇപ്പൊ നോക്കിയാൽ ഇപ്പൊ പാച്ചു അത്ഭുതം മൽക്കലും ഹംസധ്വനി പറയുന്ന ഒരു ബാക്ക് സ്റ്റോറി ഉണ്ട്. അപ്പൊ ഇതില് നിവിൻ പറയുന്നുണ്ട്. നിവിൻ ഇപ്പൊ പുള്ളിയുടെ അമ്മയെ കുറിച്ചൊക്കെ പറയുന്ന ഒരു സീൻ ഉണ്ട്. അതൊരു അനുവിന്റെ സീനിലും ഇപ്പൊ ദുൽഖർ പറയുന്നുണ്ട്, ഇപ്പൊ സുരേഷ് ഗോപി പറയുന്നുണ്ട്, അമ്മയെ പറ്റി പറയുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ശരിക്കും പറഞ്ഞ ഒരു ബാക്ക് സ്റ്റോറി സെപ്പറേറ്റ് ഷൂട്ട് ചെയ്ത് കാണിക്കലാണ് പൊതുവെ കാണാറുള്ളത്. പക്ഷെ ഇതൊരു ആക്ടറിന് ഒരു ലോങ് മോണോലോഗ് കൊടുത്ത് ക്യാമറ അയാളുടെ ഫേസിൽ വെച്ച് അയാൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തെടുക്കുകയാണ്. അത്രയും ആൾക്കാർ ഹുക്ക് ചെയ്തിരിക്കുകയാണ് ആ എൻഗേജ്മെന്റിൽ. അത് ഇന്നത്തെ കാലത്ത് എസ്പെഷ്യലി പാടാണ്. ആൾക്കാർ എന്താ പറയാ അറ്റൻഷൻ സ്പാൻ ഇല്ല. അപ്പൊ അങ്ങനെ ഒരു സമയത്ത് ആസ് എ ഡയറക്ടർ ആ ഒരു പ്രോസസ് എങ്ങനെയാണ്? ഈ ഒരു ഫ്ലാഷ് ബാക്ക് വിത്തൗട്ട് സീൻസ് ഒരു ആക്ടറിന്റെ ഡയലോഗിലൂടെ മാത്രം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാന്നുള്ള ഒരു പ്രോസസ് ഉണ്ടല്ലോ, അതെങ്ങനെയാണ് ഇത് കൺസ്ട്രക്ട് ചെയ്തെടുക്കുന്നത്? അത് കാലകാലമുള്ള സിനിമാറ്റിക് ടെക്നിക്കാണ്. ഇപ്പൊ ഒരു സിനിമയിലെ പാട്ട് പോലെ ഫൈറ്റ് പോലെ ഉള്ള ഒരു ലെസ് യൂസ്ഡ് സിനിമാറ്റിക് ടെക്നിക്കാണ്. ഇപ്പൊ നമ്മള് മനസ്സിനക്കരയിൽ വളരെ ഫണ്ണായിട്ട് പോകുന്ന സമയത്ത് ഇന്നസെന്റുകളുടെ ക്യാരക്ടർ ബസ്സിൽ വെച്ച് പറയും, റെജിയുടെ അമ്മയെ പറ്റി പറയും, ഞാൻ കർത്താവിനെ ശപിച്ചിട്ടുണ്ട് പക്ഷെ ഇപ്പൊ എനിക്ക് നീ ഉണ്ടല്ലോ. വിനോദയാത്രയിൽ ഇന്നസെന്റുകൾ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അച്ഛൻ യൂസ് ചെയ്തിട്ടുള്ള ബുദ്ധിയാണ്. എനിക്ക് രഞ്ജൻ പ്രമോദ് എഴുതിയിട്ടുള്ള മറ്റേ സീനാണ് അച്ഛൻ്റെ അമ്മയിൽ ഇജോ ഫ്ലാഷ് ബാക്ക് അതെന്റെ ബ്രദറാണ്, കലറാണ് ചെയ്തത് എന്റെ സിസ്റ്റർ. അപ്പൊ എനിക്കിത് ഭയങ്കര, ഞാൻ റിയൽ ലൈഫിൽ കുറെ റാൻഡോ ആയിട്ട് ഇപ്പൊ ഹംസന്ധുരയുടെ കഥ എന്നോട് അച്ഛനോട് ഒരാൾ പറഞ്ഞിട്ടുള്ള കഥയാണ്. അതിന്റെ തോട്ട് മാത്രം. അതായത് അച്ഛനൊരു ഭക്ഷണം കഴിക്കുമ്പോൾ അവിടുത്തെ റെസ്റ്റോറൻറ്റിൽ ഓണർ പറഞ്ഞാണ്. അപ്പോൾ വളരെ കാഷ്വലായിട്ട് ഫോട്ടോ എടുത്തിട്ട് വൈഫിനെ സംസാരിച്ചിട്ട് ഒരു മകൻ പുറത്താണ്, ഒരു മകൻ പിന്നെ അവൻ മിസ്സിംഗ് ആണ്. അത് ഷോക്കായി. അപ്പോൾ ഇത് റിയൽ ലൈഫാണ്, ഇത് ക്രിഞ്ചല്ല, അത് റിയൽ ലൈഫിൽ നിന്ന് കിട്ടിയതാണ്. നമുക്ക് കിട്ടുന്ന അതേ ഷോക്കാണ് നമ്മൾ ഇപ്പോൾ റീക്രിയേറ്റ് ചെയ്യുന്നത്. അല്ലാതെ മകൻ സിനിമയിലായിരുന്നു, അവൻ എന്തോ ഫോട്ടോ എടുക്കാൻ പോയതാണ്, പക്ഷെ അവൻ താഴെ വീണു, പക്ഷെ അവൻ പിന്നെ കിട്ടിയിട്ടില്ല. എന്നാൽ അവന് സ്വിമ്മ് ചെയ്യാൻ അറിയാം, അടുത്തൊരു ഐലൻഡ് ഉണ്ട്, അവൻ രക്ഷപ്പെട്ടോ എന്നറിയില്ല, പക്ഷെ അത് 3 വർഷമായിട്ട് കാണാനില്ല. പുള്ളി കാഷ്വലായിട്ട് പറയണം. ഇത് കേൾക്കുമ്പോൾ നമുക്ക് ഷോക്ക് ഉണ്ടാവില്ലേ? ഇത് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് സിനിമയിൽ. ഇത് ഷോർട്ടാണ്, പക്ഷെ അതിന്റെ ഇമ്പാക്ട് ആ ക്യാരക്ടറിന് കൊടുക്കുന്ന ഡെപ്ത് ഭയങ്കരമാണ്. എനിക്കിപ്പോൾ ആൾക്കാർ ആർട്ട് വർക്ക്സ് അയച്ചു, നിവിൻ അമ്മേനെ മടിക്കെടുത്തിട്ട് ദൈവത്തെ നോക്കുന്ന ഒരു ഫോട്ടോ വരച്ച് അയച്ചു എനിക്ക്. അപ്പോൾ ആ ഫോട്ടോ വരയ്ക്കുന്ന ആർട്ടിനെ പ്രേരിപ്പിക്കണമെങ്കിൽ ആ കഥ കുറച്ചു നേരം മാത്രമേ വരുന്നുള്ളൂ സിനിമയിൽ. അതെ, എനിക്ക് റിയൽ ലൈഫിലും ഞാൻ റാൻഡം ആയിട്ട് സംസാരിക്കുന്ന ആൾക്കാർ പറയുന്ന ചില കഥയായിട്ട് ഞാൻ ഷോക്കായിട്ടുണ്ട്. ചിരിച്ചുകൊണ്ട് പറയുന്ന, ഇപ്പൊ ഹംസധ്വനി പറയുന്നത് ചിരിച്ചിട്ടാണ്, അഞ്ജലി ചിത്രത്തിൽ ചിരിച്ചിട്ടാണ് പറയുന്നത്. അത്രയും ഒരു പെയിൻഫുൾ സ്റ്റോറി പാച്ചുവിന് കിട്ടുന്ന അതേ ഷോക്ക് നമുക്ക് കിട്ടാണ്. അപ്പൊ ഉണ്ടാവുന്ന ആ ക്യാരക്ടറിന്റെ വേര് താഴ്ത്തി കറങ്ങാണ്. അതുവരെ നിൽക്കുന്ന ക്യാരക്ടർ അല്ല, പിന്നെ കാണുന്നത് നമ്മൾ വിത്ത് വാവ് ഫാക്ടറാണ് ആ ക്യാരക്ടർ നോക്കുന്നത്. നമ്മൾ ചെയ്യുന്ന എല്ലാം ആ ക്യാരക്ടറിനെ ഹെൽപ്പ് ചെയ്യാനാണ്. അതെ അതെ. ഇപ്പൊ അലവിലെ സിനിമയിൽ സുരേഷ് സാർ പറയുന്നത് അവിടെ പിന്നെ ഡൗട്ടില്ല, ഈ മേജർ ഉണ്ണികൃഷ്ണന്റെ ക്യാരക്ടറിന്റെ ഭംഗി അവിടെ കൂടി. ഒരാളെ അനുഭവിച്ച പേഴ്സണൽ ട്രോമ ഒരാൾ വളരെ കാഷ്വലായിട്ട് പറയുന്ന കുറേ അനുഭവിക്കുന്നുണ്ടായിരുന്നു റിയൽ ലൈഫിൽ. അപ്പോൾ അതെല്ലാം
സിനിമയിൽ യൂസ് ചെയ്തിട്ടുള്ള ഇപ്പോൾ ടെഡ് ലാസ് എന്നുള്ള ഫേമസ് വെബ് ഷോയിൽ മെയിൻ ഹീറോ അയാളുടെ അച്ഛനെ പറ്റി പറയുന്നുണ്ട്, ചിരിച്ചുകൊണ്ട് പറയുന്നത്. അത് ഞാൻ ഞെട്ടിപ്പോയുള്ള സീനാണത്. പറയുമ്പോൾ അതിനകത്തൊരു സോഫയിൽ എന്ന് പറയുന്ന ഒരാൾ അപ്പോൾ ആൾക്കാർ ഇപ്പം ഞാൻ കേട്ടിട്ടുണ്ട് സിനിമ എന്ന് പറഞ്ഞത് ഒരു വിഷ്വൽ മീഡിയമാണ്, അത് ഡയലോഗ് ഓറിയൻ്റഡ് അല്ല. പക്ഷെ ഞാനതിനെതിരാണ്. കാരണം സിനിമ എന്നുള്ളത് ഒരു കളക്റ്റീവ് ഫോമാണ്. ലിറ്ററേച്ചർ വരാം, മ്യൂസിക് വരാം, ഡാൻസ് വരാം. അപ്പൊ അതിനകത്ത് ലിറ്ററേച്ചറിന്റെ നമുക്ക് പറയാൻ പറ്റുന്ന ഓപ്ഷൻ വിത്ത് ഡയലോഗ്സ് ആണ്. MT സാർ എഴുതിയിട്ടുള്ള ഡയലോഗാണ്. ലോഹിയങ്കള്, ശ്രീനിയങ്കള് ആസ് എ റൈറ്റർ ഡയലോഗ്സ് ഇല്ലെങ്കിൽ നമുക്ക് സെലിബ്രിറ്റി. സന്ദേശം എന്നുള്ള സിനിമ വിത്തൗട്ട് ഡയലോഗ്സ്, സന്ദേശം ഫുള്ളി ഡയലോഗ് മാത്രമാണ്. അപ്പോൾ അത് MT സാർ എഴുതുന്ന സിനിമകൾ. റീസെന്റ് നമ്മൾ ശ്യാം എഴുതുന്ന സിനിമകൾ, ശ്യാമിനെ കുറുക്കി കൊള്ളുന്ന വാക്കുകളാണ് ശ്യാം എഴുതുന്നത്. ഷമ്മി ഹീറോഡാ എന്ന് പറയുന്നത് അത് ഫഹദട്ടാന്ന് പറയുന്നുണ്ട് കയ്യിൽ നിന്ന്. പിന്നെ അല്ലെങ്കിൽ കുമ്പളങ്ങിലത്തെ ചില ഡയലോഗ്സ്. എനിക്ക് പൊന്മാൻ എന്നുള്ള സിനിമ ഭയങ്കര ഇഷ്ടമാണ്. പൊന്മാൻ, അതിൽ ബേസിലിന്റെ സോളോ മോണോലോഗ് ഉണ്ട്. അതെല്ലാം ഇതിന്റെ എക്സാമ്പിളാണ്. ക്യാമറ നോക്കി ബേസിൽ ചെയ്യുന്ന പെർഫോമൻസ് ഞാൻ ഈ വർഷം കണ്ട ഏറ്റവും നല്ല പെർഫോമൻസിലൊന്നാണ്. ഇതെല്ലാം ഈ പറഞ്ഞ സിനിമാറ്റിക് ടെക്നിക്കാണ്. ഇത് നമ്മൾ ഇനി യൂസ് ചെയ്താലും നല്ലതാണ്. സിനിമയിൽ സ്റ്റണ്ട് ഉപയോഗിക്കാൻ ആൾക്കാർക്ക് മടിയില്ല, പാട്ട് ഉപയോഗിക്കാം. അതുപോലെ തന്നെ കാലകാലം എന്നും സെല്ലാവുന്ന എന്നാൽ ആ ക്യാരക്ടറിന്റെ മോൾഡ് ചെയ്യുന്ന ഒരു എലമെന്റ് മാത്രമാണ് ഈ ബാക്ക് സ്റ്റോറി എന്ന് പറയുന്നത്. പൊതുവേ ഇപ്പോൾ എഡിറ്റേഴ്സ് പറയാറുണ്ട്, ഒരു സിനിമ എഡിറ്റിംഗ് ടേബിളിലേക്ക് വരുമ്പോഴത്തേനും നമുക്ക് അതിന്റെ ഒരു പ്രഡിക്ഷൻ ഏകദേശം നടത്താൻ പറ്റും. ഈ സിനിമ വർക്കാവില്ല എന്നുള്ളത്. ഇതില് ഡയറക്ടർ എഡിറ്ററിലേക്ക് വന്നപ്പോഴത്തേനും അല്ലെങ്കിൽ ഡയറക്ഷൻ സമയത്തോ അല്ലെങ്കിൽ എഡിറ്റിംഗ് സമയത്തോ ഒരു പോയിന്റിൽ നമുക്ക് മനസ്സിലാവും, ഓക്കെ ഈ പടം വർക്ക് ആവുന്നുണ്ട് അല്ലെങ്കിൽ ഈ സീൻസ് വർക്ക് ആവുന്നില്ല എന്നറിയാം. ഷോറ് നമുക്കറിയാം ഇത് കൊളുത്തും. ഓക്കെ, അങ്ങനെ തോന്നിയത് ഏത് മൊമെന്റിലാണ്? ഇതിലെനിക്ക് പ്രേതത്തിന്റെ എൻട്രി സീൻ മുതൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വൺസ് ഇവൾ വന്നു കഴിഞ്ഞാൽ പടം സേഫാന്ന് എനിക്കറിയാം. അതായത് അത് എന്തൊരു ക്ലാരിറ്റിയാണ്. പ്രേതം വന്നാൽ പിന്നെ അങ്ങോട്ട് ഓണായി. അതുവരെ ശരിക്കും ഇത്തിരി സ്ലോ ആണ് പടത്തിന്റെ സ്റ്റാർട്ടിങ്. പക്ഷെ ആ സ്ലോ എന്നുള്ളത് പടത്തിന് അങ്ങോട്ടുള്ള ഹെൽപ്പിന് വേണ്ടിയിട്ടുള്ളതാണ്. സ്റ്റേജ് സെറ്റ് ചെയ്തതാണ്. ഡെലിവറിന് കളിക്കാനുള്ള സ്റ്റേജാണ് നമ്മൾ ഫസ്റ്റ് ഒരു 20 മിനിറ്റ് സ്ലോ ആയിട്ട് ബിൽഡ് ചെയ്തത്. ആ ലോകം ബിൽഡ് ചെയ്തു, ക്യാരക്ടേഴ്സിനെ ബിൽഡ് ചെയ്തു. അജുവിന്റെ ക്യാരക്ടർ എന്ന് തോന്നുന്നു. അജു ആണ് ശരിക്കും ക്യാരക്ടർ തിരിക്കുന്നത്. രൂപേഷ് എന്നുള്ള ക്യാരക്ടറാണ് പടം കഥ മാറ്റുന്നത്. അപ്പോൾ പക്ഷേ ഈ ലോകത്തേക്ക് പിന്നെ നമ്മൾ കുറെ ടക്ടക്ന്ന് പോകുന്നുണ്ട്. പിന്നെ പടം ഫാസ്റ്റ് ആയിട്ട് പോകാൻ കാരണം ഇവർ ഇപ്പൊ ഉണ്ടാക്കിയ സ്ലോനെസ് ആണ്. അപ്പൊ അതുകൊണ്ട് ആൾക്കാരെ പറഞ്ഞു ലാഗ് ആണ്, ഇപ്പൊ റീൽ കാണുന്ന ഓഡിയൻസാണ്, അതുകൊണ്ട് ഫാസ്റ്റ് ആയിട്ട് പോകണം. ഞാനതിനെതിരാണ്. ഞാനിതിൽ കുറെ ഷോട്ട് ഹോൾഡ് ചെയ്തിട്ടുണ്ട്. കട്ട് വരുന്ന സമയത്ത് അവിടെ കട്ട് വരുന്നില്ല. ഇപ്പോൾ അച്ഛനും നിവിനായിട്ടുള്ള ഒരു സീനുണ്ട് ഇതിനകത്ത്, ക്ലൈമാക്സിന് ഒരു പട്ടിയുള്ള സീനായിട്ട്. അപ്പോൾ അതിനകത്ത് നമ്മൾ എക്സ്പെക്ട് ചെയ്താൽ കൂടുതൽ ലെങ്ത്തിലാണ് നിവിൻ ചെയ്തിട്ടുള്ളത്. അത് വിത്തൗട്ട് കട്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ആ ഇമോഷൻ തിയേറ്ററിൽ നമുക്ക് ഫീൽ ചെയ്തു അത്ര കാണുമ്പോൾ. ക്ലൈമാക്സിൽ വെരി ലാസ്റ്റ് നിവിൻ പറഞ്ഞ ഡയലോഗ് വളരെ ലെങ്ത് എടുത്ത് ചെയ്തിട്ടാണ്. ഒരു കുഞ്ഞു ഡയലോഗ് പറയുന്നുള്ളൂ. ആ ഡയലോഗ് എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നേരത്തെ പറഞ്ഞാൽ ഇപ്പോൾ ഇത്രയും വർഷത്തെ അസിസ്റ്റ് ചെയ്തുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ ഡയറക്ഷൻ അറിയാം, എഡിറ്റിംഗ് അറിയാം, സീനിന്റെ സ്ട്രക്ചറിങ് അറിയാം. അപ്പം ആ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നിരിക്കുമല്ലോ എന്ന് വെച്ചാൽ ഓക്കെ ഇത് നമ്മളെ കൊണ്ട് പറ്റും. അപ്പൊ ആ ഒരു ഇതിലൂടെ ആയിരിക്കും ഈ റൈഡ് പോയിട്ടുണ്ടാവുക സിനിമയുടെ. പിന്നെ പൊതുവെ കാണാൻ എടുത്ത് ചോദിക്കാൻ കാണാൻ വരുന്നില്ല. ചില സമയത്ത് ഈ ഡയറക്ടറും എഡിറ്ററും തമ്മിൽ ഭയങ്കര കോൺഫ്ലിക്റ്റ് ഉണ്ടാവാറുണ്ട് ഞാൻ കേട്ടിട്ടുണ്ട്. ഡയറക്ടർ എഡിറ്റർ ഏറ്റവും കൂടുതൽ അടി ഉണ്ടാക്കുന്ന ഈ എഡിറ്റിംഗ് ടേബിളിലാണ്. കാരണം ആസ് എൻ എഡിറ്റർ പുള്ളി നമ്മൾ എത്ര ബ്യൂട്ടി ആയിട്ട് ഒരു ഷോട്ട് എടുത്ത് വെച്ചെന്ന് പറഞ്ഞാലും പുള്ളി കട്ട് ചെയ്യണമെന്ന് തോന്നിയാൽ പുള്ളി കട്ട് ചെയ്യും. പുള്ളിയുടെ സ്പേസ് ആണത്. അപ്പൊ ഇവിടെ ആ പ്രശ്നമില്ല. ശരിക്കും എനിക്കൊരു 2 വേർഷൻ ഉണ്ട്. അകത്തൊരു എഡിറ്ററും ഡയറക്ടറും വേറെ തന്നെയാണ്. അത് ഓവർലാപ്പ് ചെയ്യില്ല. അതുകൊണ്ട് പറ്റാറുണ്ട്. അതിന് ഹെൽപ്പ് ചെയ്ത ടീസേഴ്സ് കട്ടിംഗ് ആണ്. അതായത് അച്ഛൻ്റെ ഇന്ത്യൻ പ്രണയകഥ അല്ലെങ്കിൽ ഞാൻ പ്രകാശൻ, അതിലൊക്കെ ടീസേഴ്സും ട്രെയിലേഴ്സും ഞാൻ പാട്ടുകൾ ഞാൻ എഡിറ്റ് ചെയ്യാറുണ്ട്. പാട്ടുകളും പ്രകാശനിലെ പാട്ടുകളൊക്കെ ഞാൻ എഡിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മളെ സഹായിക്കുന്നത്. അതെല്ലാം ഒരു ടീസർ കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അത് വീണ്ടും ഒരു 1000 തവണ കാണും. വീണ്ടും മനസ്സ് റീസെറ്റ് ചെയ്യും. ആദ്യമായിട്ട് കാണുന്ന ഒരാളുടെ ആംഗിൾ അത് വീണ്ടും കാണും. അപ്പം കുഞ്ഞു ഫ്ലോസ് പിടിക്കാൻ പറ്റും. വീണ്ടും അത് ട്യൂൺ ചെയ്യും. ഞാനിപ്പോഴും ഈ സിനിമയുടെ എഡിറ്റിങ്ങും ഞാൻ എഡിറ്റേഴ്സ് തന്നെ ഞാൻ ഒരു കുറേ ഇപ്പോൾ വൈഫൊക്കെ നോക്കുമ്പോൾ തന്നെ രാവിലെ ഞാൻ മടിയുള്ള രാവിലെ എണീക്കാത്ത ആളാണ്. പക്ഷേ 2 മണിക്ക് എഴുന്നാലും 6 മണിക്ക് എഴുന്നിട്ട് ഞാൻ വീണ്ടും റീവാച്ച് ചെയ്യും സീൻസ്. ഓരോ വാച്ചിലും എനിക്ക് മടുക്കുകയില്ല. പടം റിലീസ് ഞാൻ തൊടാറില്ല. തിയേറ്റർ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കട്ടാവും, അതായിട്ടുള്ള ഇമോഷൻ കട്ടാവും. അതുവരെ എപ്പോൾ പറ്റുന്നോ ഞാൻ അപ്പോഴൊക്കെ കണ്ടുകൊണ്ടിരിക്കും. അപ്പോൾ ഓരോ വാച്ചിലും അത് ഞാൻ എക്സ്ട്രാ അലേർട്ട് ആയതുകൊണ്ടാണ് ഈ പറഞ്ഞ എഡിറ്റർ ഡയറക്ടർ അതാണ്. അപ്പോൾ അകത്തുള്ള എഡിറ്ററാണ് അത് ചോദിക്കുന്നത്, അപ്രൂവ് ചെയ്യാൻ ചോദിക്കുന്നത്. അപ്പോൾ അത് ആ എക്സ്പീരിയൻസിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സവമായാല് കുറേ സീൻസ് ഇഷ്ടമുള്ള സീൻസ് പോയിട്ടുണ്ട്. എനിക്ക് നല്ല വിഷമമുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് എഡിറ്റർ
ക്രൂരനായതുകൊണ്ടാണ് അത് സംഭവിച്ചിട്ടുള്ളത്. സത്യൻ സാർ പറഞ്ഞിട്ടുണ്ട് അത് റിലീസിന്റെ അന്ന് അദ്ദേഹം വീട്ടിൽ തന്നെ അതെ 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 തിയേറ്ററിൽ പോയിട്ട് ഷോ കാണില്ല ഫസ്റ്റ്. അഖിൽ സത്യന്റെ ഒരു ഐഡിയൽ റിച്വൽ എന്താണ് റിലീസിന്റെ അന്ന്? അത് തന്നെയായിരുന്നു ശരിക്കും. പാച്ചു ഞാൻ അന്തിക്കാടായിരുന്നു ഈ സമയത്ത്. അത് പറ്റില്ല, കാരണം നിവിൻ ഒരു ഫാമിലി ആയിട്ട് അവർ ദുബായിൽ ഒരു ട്രിപ്പ് പോകാൻ പ്ലാൻ ചെയ്തു. നിവിൻ കുറെ ബാക്ക് ടു ബാക്ക് വർക്ക് ചെയ്തുകൊണ്ട് ഒരു ബ്രേക്കിനായിട്ട് കുട്ടികളായിട്ട് പോകാൻ. അതുകൊണ്ട് പക്ഷെ നമ്മൾ അതിന്റെ കൂടെ തന്നെ ക്ലബ് ചെയ്തു. നമുക്ക് ഈ പടത്തിന് പ്രൊമോഷൻ ആയിട്ടില്ല കാര്യമായിട്ട്, ട്രെയിലർ പോലും ഇല്ല. അതുകൊണ്ട് കുറച്ചെങ്കിലും പ്രൊമോഷന് വേണ്ടിയിട്ട് നമ്മൾ എല്ലാവരും അവിടെ പോകേണ്ട സിറ്റുവേഷൻ ഉണ്ടായി. അതുകൊണ്ട് ദുബായിലെ മറ്റേ തിയേറ്റർ. അതെ അതെ അതെ. അപ്പോൾ തലേന്ന് ഞാൻ ആക്ച്വലി ദുബായിൽ പോയി. അപ്പോൾ അവിടെയായിരുന്നു റിലീസ് സമയത്ത്, അവിടെ പ്രസ് മീറ്റ് ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ. അതുകൊണ്ട് ഒരു ഗുണം കിട്ടിയത് കട്ട് ഓഫ് ആയിപ്പോയി. ഈ നാട്ടിലെ സക്സസ് ഞാൻ അറിഞ്ഞിരുന്നില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ സക്സസ് ഇത് ഞാൻ പറഞ്ഞ പോലെ തന്നെ, അതായത് ഇതൊരു വെൽ ഏൺഡ് വെക്കേഷൻ തന്നെയാണ് സക്സസ്. ഇതൊരു ഒരു 2 ആഴ്ച ഈ ഓളം കഴിയും, പുതിയ ഹിറ്റ് വരും, സർവമായ ഒരു പഴങ്കഥയായിട്ട് മാറും. അപ്പോൾ ആ റിയാലിറ്റി നമുക്ക് എപ്പോഴും മനസ്സിലുണ്ടാവണം. ഇനി അടുത്തുള്ള സത്യം എന്ന് പറയുന്നത് നമ്മൾ ഇനി അടുത്ത് എന്ത് ചെയ്യുന്നു മാത്രമാണ്. അത് ഇതെല്ലാം ഇപ്പോൾ നമുക്ക് തുടരും വന്നു, അത് കഴിഞ്ഞ് ലോഗോ വന്നു, അത് കഴിഞ്ഞ് എക്കോ വന്നു, അങ്ങനെ പല പല ഇത് ഒരു ക്യാമറ പാൻ ചെയ്യുന്ന പോലെയാണ് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ചിലർ ഇപ്പോഴും അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ക്യാമറ പോയി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഞാൻ എപ്പോഴും ആലോചിക്കുന്നത് ഒരു സിനിമയില്ലാത്ത കാലം ആലോചിക്കാറുണ്ട് ഞാൻ എന്നെ തന്നെ. കാരണം മോനൊക്കെ വലുതായി, എനിക്ക് സിനിമയില്ല, വീട്ടിലിരിക്കുകയാണ്, പല കഥ ആലോചിക്കുന്ന വർക്കാവുന്നില്ല, സിനിമ ഓൺ ചെയ്യാൻ പറ്റുന്നില്ല. ഈ ഒരു വർഷം ഞാൻ എപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കും. അതാണ് നമ്മൾ സക്സസിനെ കട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. അച്ഛൻ ചെയ്യുന്നതാണ്. അച്ഛൻ ഒരിക്കലും പണമോ പ്രശസ്തിയോ അച്ഛനെ മോഹിപ്പിച്ചിട്ടില്ല. അച്ഛൻ ഒരു സിനിമ സക്സസ് പോലും അച്ഛനെ ബാധിക്കുന്നില്ല. സക്സസ് ഹാൻഡിൽ ചെയ്യുക എന്നുള്ളത് അതിഭീകര ടെക്നിക്കാണ്. ഒരു പരിധിക്കപ്പുറത്തേക്ക് ഇത് നമ്മുടെ അല്ല എന്നുള്ളൊരു ഒരു ഭാഗ്യമാണല്ലോ എന്നൊക്കെ പറഞ്ഞാൽ, ഒരു ബ്ലെസ്സിങ് ആണ്. അതിനപ്പുറത്തേക്ക് നമ്മുടെ റിയാലിറ്റി എന്നുള്ളത് നിങ്ങൾ വീണ്ടും ഉണ്ടാക്കണം. ഒരു ബ്ലാങ്ക് പേജ് ടൈപ്പ് ചെയ്തിരിക്കുമ്പോൾ കൈ വറക്കും ശരിക്കും പറഞ്ഞാൽ. ഒന്നും അറിയില്ല, ഇത് ആർക്കാണ് എഴുതാൻ പോകുന്നത്, ആർക്കാണ് ഇഷ്ടപ്പെടാൻ പോകുന്നത് അറിയില്ല. ആ റിയാലിറ്റി ഞാൻ ഇപ്പൊ തന്നെ അനുഭവിച്ചു തുടങ്ങി. കാരണം ഇനിയിപ്പോൾ അകത്തുള്ള പേടി എന്നുള്ളത് ഇതൊക്കെ പോവും. വെക്കേഷൻ കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് എത്തിയിട്ട് ബാഗ് തുറന്ന് ബ്രഷൊക്കെ പുറത്ത് വെച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ റിയാലിറ്റിയാണ്. ആ റിയാലിറ്റി ഫേസ് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് ഇനിയിപ്പോൾ. പക്ഷെ ഒരു ഇഷ്ടമുണ്ട്, സിനിമ ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഇഷ്ടമുണ്ട്. അത് ഇപ്പോൾ അൽത്താഫിനെ പോലുള്ള ഫ്രണ്ട്സൊക്കെ നമ്മളുണ്ട്, അവരൊക്കെ ഇപ്പം തന്നെ പറഞ്ഞു തുടങ്ങി അടുത്ത സീൻസ് പറയുമ്പോൾ നമ്മൾ ചാർജാവും. അതാണ് അതിനെ ബ്രേക്ക് ചെയ്യുന്നത്. അപ്പം നിവിനായിട്ട് പോലും ഞാൻ അടുത്ത സിനിമയുടെ സീൻസ് പറഞ്ഞു തുടങ്ങി. അപ്പോൾ നിവിൻ ചിരിച്ചു. അതുപോലെ അജുവായിട്ട് പറഞ്ഞപ്പോൾ അജു പിടിക്കാം എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ആലോചിക്കുന്നത് സർവമായ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അടുത്ത പടത്തിന്റെ സീൻസ് ഉണ്ടാക്കി ചിരിച്ചു തുടങ്ങി. അതെ 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 അതെ. അപ്പോൾ ഞാനിപ്പോ എസ്തെറ്റിക് കുഞ്ഞെന്നുള്ള ആക്ടർ വിളിച്ച് പറഞ്ഞു നിന്നെ ആവശ്യം കേട്ടോ. അപ്പോൾ അവൻ ചാർജായി. അപ്പോൾ ഞാൻ ചെയ്യാൻ ചേട്ടാന്ന് പറയുമ്പോൾ അറിയാതെ വേറെ ലോകം ഉണ്ടാവാണ്. സർവമായി നമ്മൾ പതുക്കെ എല്ലാവരും വേറൊരു തുരുത്തിലേക്ക് പോവാണ്. അതാണ് പിന്നെ ഹൈ. ആ ഹൈ കൊണ്ടാണ് നമുക്ക് ഇതിനെ ഈ പേടിനെ കവർ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നമ്മളെ മോട്ടിവേറ്റ് ചെയ്ത്. അതെ 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 അതെ. അപ്പോൾ എനിക്കിപ്പോഴും അറിയില്ല ഈ സിനിമ സംഭവിക്കുന്ന പോലും അറിയില്ല. കാരണം സിനിമ എപ്പോഴും ഞാൻ ആക്ച്വലി ഷെർലക് ഹോംസിന്റെ ഒരു ഫീമെയിൽ വേർഷനാണ് പ്ലാൻ ചെയ്തത് സെക്കൻഡ് സിനിമയായിട്ട്. അത് നടന്നില്ല. സിനിമ നടക്കാന്നുള്ള ഭയങ്കര ഭാഗ്യമാണ്. കുറെ XYZ കുറെ ഫാക്ടേഴ്സ് വരണം. അപ്പൊ പക്ഷെ നമ്മൾ ശ്രമിക്കാതിരുന്നിട്ട് കാര്യമല്ലോ, ശ്രമിക്കാം. അപ്പൊ ഞാനിപ്പോഴും ശ്രമിക്കുന്നത് രസമുള്ള ഒരു നിവിൻ പോളി അജു വർഗീസ് സിനിമ വിത്ത് അൽത്താഫ് സലീം എന്നുള്ള സാധനം ആലോചിക്കുന്നുണ്ട്. അപ്പൊ അതാണ് ഇപ്പൊ ട്രൈ ചെയ്യുന്നത്. അജു വർഗീസ് ഇപ്പൊ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അജു ഇങ്ങനെ സത്യൻ സാറിന് ചാൻസ് താങ്ക് യു എന്ന് മെസ്സേജ് പെടുത്തി കളഞ്ഞത്. താങ്ക് യു കട്ട് ചെയ്തു. അതിപ്പോ ഞാൻ എന്റെ അച്ഛൻ കേൾപ്പിച്ചെന്നുണ്ടാവട്ടെ വോയിസ് നോട്ട്. അജു പക്ഷെ നല്ല അച്ഛൻ പക്ഷെ ഈ സിനിമ കണ്ടിട്ട് അച്ഛൻ പറഞ്ഞു, അച്ഛൻ ഇവൻ നോട്ട് ചെയ്തോ അജുവിനെ, നമുക്ക് ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. ആനന്ദകൃഷി അതുപോലെ അച്ഛൻ നോട്ട് ചെയ്തുള്ള ആക്ടേഴ്സ് ആണ്. ആനന്ദകൃഷി എനിക്ക് ഇഷ്ടമുള്ള പെർഫോമൻസ് ആനന്ദിന്റെ. റിയ, അച്ഛൻ റിയയുടെ ബ്ലൈൻഡ് ഫാനാണ്. ലോകത്തിലെ ഏറ്റവും നമ്പർ 1 റിയ ഫാൻ സത്യനന്ദികളായിരിക്കും. അപ്പോ ഇതൊക്കെ നമുക്ക് സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ. ഇനി ഒരുപാട് മായകൾ ക്രിയേറ്റ് ചെയ്യാൻ അഖിൽ സത്യന് പറ്റട്ടെ. സർവമായ ഇസ് ജസ്റ്റ് ദ ബിഗിനിങ്. ഓൾറെഡി ലൈക് പാച്ചു ആൽബത്തുകൾക്ക് നമുക്കറിയാം. സോ ദിസ് ദ നെക്സ്റ്റ് മൈൽ സ്റ്റോൺ. ഇനി അങ്ങോട്ട് നേരത്തെ പറഞ്ഞ ഒരുപാട് തുരുത്തുകൾ വേൾഡുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റട്ടെ. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ടു ക്ലബ് FM. താങ്ക് യു സോ മച്ച്.